എല്ലാവർക്കും നമസ്കാരം. ആഹ് ആൽത്തറയിൽ അല്പനേരം എന്ന ക്ലബില് ഗെറ്റ് ഫിറ്റ് വിത്ത് ലീന എന്ന ഈ റൂമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത് ലീന കുമാറാണ്. ലീന കുമാർ ഓസ്ട്രേലിയയിലെ നാഷണൽ റെക്കഗ്നൈസ്ഡ് ന്യൂട്രീഷനും ഹെൽത്ത് കോച്ചുമാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ ടൈം ഇപ്പോൾ ഏകദേശം 10:45 അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ടൈം 5 മണിക്ക് 5:15 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് തുടങ്ങണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടുത്തെ സമയം ഇത്രയും നീണ്ടുപോയതുകൊണ്ട് നമ്മൾ അവിടെ തുടങ്ങുകയാണ്. നമുക്ക് ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ഞാൻ ശരിക്കും ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ ക്രിക്കറ്റ് കളിയൊക്കെ കാണുമ്പോൾ അങ്ങനെ ന്യൂട്രീഷന്മാർ അവരുടെ കൂടെ ഉണ്ട്. തെറ്റായ ഭക്ഷണ രീതി നമ്മളിലെ ക്ഷീണം, മടി, രോഗങ്ങൾ എന്നിവ ഉണ്ടാക്കുമെന്ന് നമ്മൾ ഈ പരിപാടി ഇട്ടപ്പോൾ തന്നെ ആരോ പറയുന്നത് കേട്ടായിരുന്നു. അപ്പം ശരിയായ ഭക്ഷണം ഊർജം നൽകുകയും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം പോഷകാഹാരത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലീന കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. ഓക്കെ, ലീന സംസാരിച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ, താങ്ക് യു. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഗെറ്റ് ഫിറ്റ് വിത്ത് ലീന ക്ലബ് ഹൗസ് റൂമിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്വാഗതം. അപ്പോൾ ബിനു ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ നിങ്ങളുടെ സ്വന്തം ലീന കുമാർ. ഞാനൊരു സിമ്പിൾ പ്രൗഡ് ഓസി മലയാളിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ മറന്നു പോകുന്നുണ്ട് അല്ലേ? സോ ചിലരുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇക്കാലത്ത് വെറും കോഫിയാണല്ലോ. ചിലർക്ക് ലഞ്ച് കഴിക്കാൻ തന്നെ സമയം ഉണ്ടാവാറില്ല. ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ചിലർ വിഴുങ്ങാൻ പറ്റുന്ന എന്തും കഴിക്കും. എഗ്രി ചെയ്യുന്നുണ്ടോ? ചിലർക്കാണെങ്കിൽ ചിപ്സ് ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്. എനിക്ക് ചോക്ലേറ്റാ. പിന്നെ അതിനുശേഷം നമ്മൾ ഗിൽറ്റ് കൂടുകയും എനർജി കുറയുകയും ഷുഗർ, കൊളസ്ട്രോൾ ഒന്നും തന്നെ എല്ലാം തന്നെ തല പൊക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ടാബ്ലറ്റ്സ് നമ്മുടെ ഡെയിലി ലൈഫിലൊന്ന് കടന്നു കയറും. ഡു യു എഗ്രി വിത്ത് ദിസ്? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ റിയൽ ലൈഫ് ടോക്കാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ ടോപ്പിക്കിൽ. ഈറ്റ് ബെറ്റർ, ഫീൽ സ്ട്രോങ്ങർ, ലിവ് ഹെൽത്തിയർ. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക്. സോ ഇതൊരു ഡയറ്റ് അല്ല, ഫാസ്റ്റിംഗ് അല്ല. ഇത് നമ്മുടെ ബോഡിനെയും മൈൻഡിനെയും ഫ്യൂൽ ചെയ്യാനുള്ള ഒരു സിമ്പിൾ അപ്രോച്ചാണ്. സോ ഇന്ത്യയിലുള്ളവർ ഒരു ചായയോ സ്മൂത്തിയോ എടുത്തൊന്ന് ചിൽ ചെയ്യൂ. കാരണം നിങ്ങൾക്കിപ്പോൾ ഈവനിങ് ആണല്ലോ. സോ നമുക്ക് സംസാരിക്കാം, പക്ഷെ കാഷ്വൽ ആയിട്ടാണ്, ഫ്രണ്ട്ലി ആയിട്ടാണ്. സോ ഞാനിവിടെ ഒരു വലിയ ഭാഷണം ഒന്നും തരാൻ പോകുന്നില്ല. ഐ ലൈക്ക് ഇറ്റ് വെരി ഇൻട്രാക്റ്റീവ് ആൻഡ് മോർ ഫൺ. സോ യു ഓൾ ക്യാൻ കോൺട്രിബ്യൂട്ട്. ഓക്കെ, സോ ഫസ്റ്റ് എൻ്റെ ഒരു ടോപ്പിക്ക് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വൈ ന്യൂട്രീഷൻ മാറ്റേഴ്സ്. സോ ഇതിനെ ഒന്ന് മലയാളത്തിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാമോ? എക്സാക്ട്ലി ഇൻ ലിറ്ററൽ ട്രാൻസ്ലേഷൻ വിനു ഒന്ന് സഹായിക്കണം. സോ പോഷകാംശങ്ങൾ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്? ഡസ് ദാറ്റ് മേക്ക് സെൻസ്? സോ വൈ ഡു വി നീഡ് ന്യൂട്രീഷൻ? സോ നമ്മുടെ ബോഡി ഒരു സ്മാർട്ട് ഫോൺ പോലെയാണ്. നല്ല ചാർജ് കൊടുത്തില്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഒബ്വിയസ്ലി സ്ലോ ആകും അല്ലേ ഫോണ്? സെയിം വേ ഫുഡ് ഈസ് ലൈക്ക് അവർ ചാർജർ, എനർജി സോഴ്സ്, ഈവൻ അവർ മൂഡ് കൺട്രോളർ. എഗ്രി? സോ ഹെൽത്തി ഈറ്റിംഗ് നമ്മൾ എന്തിനു ചെയ്യണം? വെറും രോഗം വരാതിരിക്കാനാണോ അതോ വേറെ എന്തിനെങ്കിലും ആണോ? സോ വി ഓൾ വോണ്ട് ടു ലിവ് ലൈഫ് ടു അവർ ഫുള്ളസ്റ്റ് അല്ലേ? ജീവിതം ഒന്ന് ഫുള്ളായിട്ട് ജീവിക്കണം, ഫുൾ എനർജിയോടുകൂടെയും ക്ലാരിറ്റിയോടുകൂടെയും ലൈവ്ലി ആയിട്ടും ടയർഡ്നെസ് ഇല്ലാതെയും ലെത്താർജി ഇല്ലാതെയും ഉന്മേഷത്തോടു കൂടിയും ജീവിക്കണം അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ആഹാരം, നല്ല ന്യൂട്രീഷ്യസ് ആഹാരം കഴിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. നോട്ട് ജസ്റ്റ് ഫോർ രോഗം ഇല്ലാതായിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. സോ ഒരു നല്ല പ്ലേറ്റ് ഓഫ് ഫുഡ് ക്യാൻ ചേഞ്ച് യുവർ ഹോൾ ബോഡി ഫ്രം ബ്രെയിൻ ഫങ്ഷൻ ടു ഫുഡ് ടു മൂഡ്. സോ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആഹാരത്തിൽ ലോ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് ടയർഡ്നെസ് ഉണ്ടാവും. ടൂ മച്ച് ഷുഗർ ഉണ്ടെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാവും. സംടൈംസ് നമ്മൾ ടയർഡ് ആണെങ്കിൽ ക്രാങ്കി ആകാറുണ്ട്, ഓവർ ഇമോഷണൽ ആകാറുണ്ട്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്ലേറ്റ് ടോക്കിംഗ്. ഫോർ എക്സാമ്പിൾ, മീൽസ് സ്കിപ്പ് ചെയ്ത് വെയിറ്റ് ലോസ് ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മളിൽ.
എന്നിട്ട് വൈകിട്ടാവുമ്പോൾ വരുന്ന ദേഷ്യം കണ്ടിട്ടുണ്ടോ? ഡോണ്ട് ടോക്ക് ടു മീ, ഐ എം ഡൺ വിത്ത് ലൈഫ് എന്ന് പറയുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. ബട്ട് ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് നമ്മുടെ ബ്ലഡ് ഷുഗർ ഒരു റോളർ കോസ്റ്റർ റൈഡിലാണ്. സോ ഈവൻ ടു മച്ച് ചായ ആൻഡ് ബിസ്ക്കറ്റ്സ് ഇതൊക്കെ കഴിച്ചു വരുമ്പോൾ നമ്മുടെ എനർജി ഓൺ ആൻഡ് ഓഫ് ആവും. സോ ഈ സിഡ്നി വെതറിനെ പോലെ ഒരു മിനിറ്റ് സണ്ണി ആയിരിക്കും, പിന്നെ ഒരു മിനിറ്റ് സ്റ്റോമി ആയിരിക്കും അല്ലേ? സോ കാർബ്സ് ഓവർലോഡ് ആയാലോ, മൈൻഡ് ഗോസ് ബ്ലാങ്ക്, eyes go heavy, suddenly world looks like a slow motion picture. Don't you agree? So നമ്മൾ ഒരു question ചോദിക്കണം before reacting. Is it me or my meal? Most of the time the answer is our plate needs a personality change. Okay, so what I want to say is, we need to eat better. നമുക്കൊരു simple rule ഓർമ്മ വെച്ചാലോ, your plate should have color. So for example, white rice, white appam, white bread, even white പുട്ട്, ഇതൊക്കെ പ്ലേറ്റിൽ കണ്ടാൽ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിനെ ഓർമ്മിക്കണം. ബിക്കോസ് എന്താണെന്നറിയോ, വൈറ്റ് ഈസ് ഓൾ ഡിപ്ലീറ്റഡ് ഓഫ് ന്യൂട്രീഷൻസ്. സോ ദർ ഇസ് നോ ന്യൂട്രീഷൻ ഇൻ ഇറ്റ്, ഇറ്റ്സ് ഓൾ പ്രോസസ്ഡ്. കളർ ഉണ്ടെങ്കിൽ ലൈഫ് ഉണ്ട്. സിമ്പിൾ ആസ് ദാറ്റ്. Are you all following me so far? I hope you all can hear me so far. കേൾക്കാൻ ലീന, കേൾക്കാൻ എല്ലാവരും കേൾക്കുന്നുണ്ട്. വെരി ഗുഡ്, Okay, താങ്ക് യു. thank you. Okay, thank you. So what I was saying is color undengil life undu. So half your plate should be full of vegetables and salads. Adu endu color venengila aga. The more colors the better. Greens, reds, yellows, idellam phytonutrients aanu. So we should try to add as much variety of colors as possible on our plate. So half the plate veggies or salads ayala, ബാക്കിയുള്ള ഹാഫിലെ ഒരു ക്വാർട്ടർ ഷുഡ് ബി പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മുട്ട, ചിക്കൻ, ഫിഷ്, വെജിറ്റേറിയൻസ് ആണെങ്കിൽ ദാൽ, പനീർ, ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്ത്, മസിൽസ് ഇതൊക്കെ തരുന്നു. മസിൽസ് ഇല്ലെങ്കിൽ നമുക്ക് മെറ്റബോളിസം കുറയും. മെറ്റബോളിസം കുറയുകയാണെങ്കിൽ ഈവൻ വെയിറ്റ് ലോസും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ ഹെയർ ഫോൾ, മൂഡ് സ്വിങ്സ്, ഇതൊക്കെ പ്രോട്ടീൻ കുറയുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സോ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് ഇനഫ് പ്രോട്ടീൻ ഇൻ ആ പ്ലേറ്റ്. ഇനി ഒരു ക്വാർട്ടർ കഴിഞ്ഞ് ബാക്കിയുള്ള ഫൈനൽ ക്വാർട്ടർ, അതിലാണ് നമ്മുടെ കാർബ്സ് ഉൾക്കൊള്ളുന്നത്. ഫോർ എക്സാമ്പിൾ ചമ്പാരി ചോറ്, ബ്രൗൺ റൈസ്, മില്ലറ്റ്സ്, ഓട്സ്, കീനുവ, ഇതൊക്കെ ആവാം. സോ ദീസ് ആർ ഓൾ സ്ലോ എനർജി റിലീസ് കാർബ്സ്. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് വൈറ്റ് കാർബ്സ്, വി ഷുഡ് ഗോ ഫോർ ഹോൾ മീൽ കാർബ്സ്. ഓക്കെ, ഹോൾ മീൽ കാർബ്സ് കഴിക്കുമ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, ആഫ്റ്റർനൂൺ സ്ലീപ്പ് ഇതൊക്കെ കുറയും. ഓഫീസ് മീറ്റിംഗിൽ യോൺ ചെയ്യാതിരിക്കണമെങ്കിൽ വി ഷുഡ് ഗോ ഫോർ ദീസ് കൈൻഡ് ഓഫ് കാർബ്സ്. ദോസ് ആർ ലൈക്ക് ഗുഡ് ക്വാളിറ്റി കാർബ്സ്. പിന്നെ ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ അവക്കാഡോസ്, നട്ട്സ്, കോക്കനട്ട് ഓയിൽ. പക്ഷേ ഇതൊക്കെ ഹെൽത്തി ആണെങ്കിലും ഈ എന്താ പറയുക, അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ അതിനും ഒരു അളവുണ്ട്. യു ഷുഡ് നോട്ട് ഓവർലി ഈറ്റ് ഈവൻ ജസ്റ്റ് ബിക്കോസ് സംതിങ് ഇസ് ഹെൽത്തി. സോ എല്ലാത്തിനും മോഡറേഷൻ ഇസ് വെരി മാൻഡേറ്ററി. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അൺഅവോയ്ഡബിൾ തിങ് ഇസ് ഹൈഡ്രേഷൻ. സോ ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് സംടൈംസ് യു ജസ്റ്റ് കീപ് ഫീലിംഗ് ഹംഗ്രി. ആക്ച്വലി യു ആർ നോട്ട് ഹംഗ്രി, യു ആർ thirsty. Maybe your body needs more water and not just energy products. So even skin becomes dull when you don't have enough water. So water is something non-negotiable in our everyday life. So we should have minimum 2 to 3 liters of water. In fact, ഒരു അപ്രോക്സിമേറ്റ് അളവ് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ക്ലയൻസിനോട് പറയുന്നത്, ഓരോ 25 കിലോ ബോഡി വെയ്റ്റിനും 1 ലിറ്റർ വാട്ടർ വേണം. സോ ഒരു 50 കിലോ തൂക്കമുള്ള ഒരാൾക്ക് 2 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. സോ 75 കിലോസ് ആകുമ്പോൾ 3. സോ ഇതൊരു അപ്രോക്സിമേറ്റ് മെഷറാണ്. ദിസ് ഇസ് ഈസി ടു റിമെമ്പർ. സോ മാക്സിമം 3.5. ഇതിലും ഒത്തിരി ആക്ടിവിറ്റീസ്, ജിം ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഒരു 1/2 ലിറ്റർ എക്സ്ട്രാ ആഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വി നീഡ് ടു ഹാവ് ടു കീപ് അവർ ബോഡി ഹൈഡ്രേറ്റഡ് ആൻഡ് ഡീടോക്സ്ഡ് ആൻഡ് എവറിഥിങ്. സോ that is another very important thing we should have in our everyday food. പിന്നെ പോർഷൻ കൺട്രോൾ. എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ ചെറിയ പ്ലേറ്റ് യൂസ് ചെയ്യണം. എന്നിട്ട് സ്ലോ ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കാൻ നോക്കണം. സ്ലോലി ച്യൂ ചെയ്ത് ബീങ് പ്രസൻറ്റ് ഇൻ ദ മൂമെൻറ്റ് ആൻഡ് ഈറ്റ്. സോ ദീസ് ആർ ഓൾ സ്മോൾ സീക്രറ്റ്സ്. ദ റീസൺ ബീങ് ബ്രെയിൻ നീഡ്സ് 20 minutes ടു റിയലൈസ് ദാറ്റ് യു ആർ ഫുൾ. അപ്പോൾ സെക്കൻഡ് സെർവിങ് വേണമെന്ന് തോന്നുമ്പോൾ ആദ്യം ഒരു 5 minute നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട്
നമുക്ക് സെക്കൻഡ് സെർവിങ് വേണോന്ന് നമുക്ക് നോക്കാം. Okay, so I hope you all are understanding so far. നമ്മൾ ചിലരുണ്ട് എപ്പോൾ നോക്കിയാലും ഈ ബോറടിക്കുമ്പോൾ ചെന്നിട്ട് ഫ്രിഡ്ജ് തുറന്നിട്ട് എന്തെങ്കിലും അതിനകത്ത് കഴിക്കാനുണ്ടോ, ഇപ്പോൾ പുതിയതായിട്ട് സ്നാക്സ് ഉണ്ടോ, ഈ ഓരോ പ്രാവശ്യം നെറ്റ്ഫ്ലിക്സിലെ ചാനൽ നമ്മൾ മാറ്റുന്ന പോലെ ചിലർ നോക്കാറുണ്ട്. പക്ഷെ ആക്ച്വലി ഫ്രിഡ്ജ് ഒരു മാജിക് ഷോ ഒന്നും അല്ല കേട്ടോ. അതിൽ പുതിയ ഫുഡ് വരണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഇട്ടാലേ വരത്തുള്ളൂ. സോ വി ഷുഡ് ട്രൈ ആൻഡ് change our distraction. നമ്മൾ ബോർഡം വരുമ്പോൾ ഫുഡ് കഴിക്കുന്നതിന് പകരം we should try and change it to something else, like some healthy activities. So that is one thing I want to say. ഇതേവരെ ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാം ആർക്കെങ്കിലും. ജോണിച്ച, ബിനോയ്, വേലായുധൻ, ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ഇപ്പം സ്പീക്കർ പാനൽ ഉള്ളവർക്ക് ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെ താഴെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എഴുതിയിടാം, മേളിൽ കയറി വരാൻ അവസരമുണ്ട്. ഓക്കെ, അപ്പം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ബിനു ഒന്ന് എന്നെ ഇന്ററപ്റ്റ് ചെയ്താൽ മതിയെ. ഫീൽ ഫ്രീ ടു ഇന്ററപ്റ്റ് so that I know No that because I don't look at the chat, so I'm just talking. സോ ഞാനിപ്പം ഇതേവരെ പറഞ്ഞത് ബേസിക് ന്യൂട്രീഷൻ്റെ കാര്യമാണ്. സോ തിങ്സ് ലൈക്ക് ഒരു പ്ലേറ്റിൽ എന്തൊക്കെ ഉണ്ടാവണം, എത്രത്തോളം കാർബ്സ്, പ്രോട്ടീൻ അതൊക്കെ ഉണ്ടാവണം എന്നുള്ള ബേസിക് നോളജാണ്. പക്ഷെ ദിസ് ഈസ് സംതിങ് വി ഓൾ നീഡ് ടു ഇൻകോപ്പറേറ്റ് നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ. ഇനി ഇതല്ലാതെ തന്നെ there are something called as booster vitamins, minerals and all. So നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴും എനർജി ഇല്ല എന്നോ ടയർഡ്നെസ് തോന്നുന്നോ? സം വിമൻ അവർ പറയും ഒത്തിരി ഹെയർ ഫോൾ ഉണ്ട്, സ്കിൻ ഒത്തിരി ഡള്ളായിട്ട് തോന്നുന്നു. സോ വൈ? ദിസ് ഈസ് ബിക്കോസ് ദേ ആർ ലാക്കിംഗ് ഇൻ certain vitamins and nutrients in their body. So there are some missing links. So food എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കാലറി അല്ല, ഇറ്റ്സ് എ കെമിസ്ട്രി. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഫോർ എക്സാമ്പിൾ മെഗ്നീഷ്യം കുറവാണെങ്കിൽ നമുക്ക് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും, സ്ലീപ്പ് കുറയും, ആങ്സൈറ്റി കൂടും. സിങ്ക് കുറയുവാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആവും, ഹെയർ ഫോൾ വരും, ടേസ്റ്റ് ബഡ്സിന് ആകെ മൊത്തം കൺഫ്യൂഷൻ ആവും. സോ വി നീഡ് ടു ഓൾസോ ഈറ്റ് ഈ പറയുന്ന ഈ ന്യൂട്രീഷനിൽ വി ഹാവ് ടു ഇൻക്രീസ് certain amount of food. സോ ഫോർ എക്സാമ്പിൾ മെഗ്നീഷ്യം കൂട്ടണമെങ്കിൽ സ്പിനച്ച് കഴിക്കാം, പംകിൻ സീഡ്സ് കഴിക്കാം, ആൽമണ്ട്സ്, ബനാന, ഡാർക്ക് ചോക്ലേറ്റ്, ഇതൊക്കെ നമുക്ക് കൂടുതൽ കഴിക്കാം. സിങ്ക് ആണെങ്കിൽ ഫിഷ്, അഗൈൻ എഗ് യോക്ക്, കാഷ്യൂസ്, കടല, ഇതൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് സിങ്ക് കൂട്ടാൻ പറ്റും. നിങ്ങൾ ആരൊക്കെയാ പംകിൻ സീഡ്സ് ഡെയിലി കഴിക്കുന്നത്? Other than just garnishing over your, some bakery items, do you include that? Pumpkin seeds are some of the best nutritious foods. So I would recommend that you add that, in your daily food. It is really good. പിന്നെ ഇനി ഒരു ഭയങ്കര എന്താ പറയുക പോപ്പുലർ ബൂസ്റ്റർ ന്യൂട്രിയൻ എന്ന് പറയുന്നത് the youth protein. That's what I call it. It's collagen. കോളജൻ എന്ന് പറയുന്ന ഈ യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് സംതിങ് ലൈക്ക് എൻ ഇൻസ്റ്റാഗ്രാം ഫിൽറ്റർ. നമ്മളൊക്കെ ഈ 30 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ബോഡി നാച്ചുറലി കോളജൻ പ്രൊഡക്ഷൻ അധികം ഇല്ലാതാവുന്നു, അതിന് ഉൽപ്പാദിക്കാനുള്ള ആ ഒരു എന്താ പറയുക ശക്തി കുറയുന്നു. സോ അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഈ ഒരു ഏജ് കഴിയുമ്പോൾ ചിലർക്ക് സ്കിന്ന് കൂടുതൽ സാഗി ആകാൻ ചാൻസസ് ഉണ്ട്, ബിക്കോസ് ഓഫ് ദ കൊളജൻ പ്രൊഡക്ഷൻ ബീങ് ലെസ് ഇൻ ദെയർ ബോഡി. ചിലർക്കോ ഈ മുട്ടുവേദന, ജോയിൻറ്റ് പെയിൻ ഉണ്ടാകാറുണ്ട്, ചിലർക്ക് മുടി കൊഴിച്ചിലുണ്ടാകാറുണ്ട്. സോ ദീസ് ആർ ഓൾ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് സിംറ്റംസ് ദാറ്റ് യു ഗെറ്റ്. സോ കോളജൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക യൂത്ത് പ്രോട്ടീൻ ആണ്. സോ വി ക്യാൻ ഓൾ ട്രൈ ആൻഡ് ആഡ് അഡീഷണൽ കോളജൻ ഇൻ അവർ ഫുഡ്. സോ ഈ കോളജൻ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആണെങ്കിൽ പോലും we need to have lot of protein like eggs, even vitamin C's like എന്താ പറയുക ആംല, ലെമൺ, സിങ്ക് കഴിക്കണം കൂടുതലും, സീഡ്സ്, ഇതൊക്കെ കഴിച്ചാലേ കോളജൻ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമ്മുടെ ബോഡിക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം ഇഫ് യു സ്റ്റാർട്ട് ഹാവിങ് കോളജൻ, സോ നെക്സ്റ്റ് ടൈം ആരെങ്കിലും നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ടെൽ ദം ഇത് കോളജൻ ആണ് കേട്ടോ, ഫിൽട്ടർ അല്ല. So that's something I wanted to touch upon amongst these booster nutrients. I hope you are with me so far.
പിന്നെ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഗട്ട് ഹെൽത്തിനെ കുറിച്ചാണ്. ഗട്ട് ഈസ് എ വെരി എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് എ സെക്കൻഡ് ബ്രെയിൻ ഇൻ അവർ ബോഡി. സോ ഈ ഗട്ട് ഹെൽത്തി അല്ലെങ്കിൽ ഈവൻ നമ്മുടെ മൂഡിനെ പോലും അത് എഫക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എക്സാം ടൈമിൽ ചിലർക്കൊക്കെ ഓർ ഇൻ്റർവ്യൂ ടൈമിൽ ചിലർക്കൊക്കെ ടമ്മി അപ്സെറ്റ് ആകാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ട് ഈ ടെൻഷൻ കാരണം വാട്ട് ഇസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് മൈ ടമ്മി? That is because 90% of serotonin എന്ന് പറഞ്ഞ happy hormone is actually made in our gut. So when you're tensed, it doesn't produce enough serotonin, and that is why it comes in the form of tummy being upset because you're tensed. So it is really important that we take care of our gut. സോ ഗട്ട് ഹെൽത്തിന് എന്താണ് നമുക്ക് മെയിൻ തിങ്? പ്രോബയോട്ടിക് ഫുഡ്സ്. സോ പ്രോബയോട്ടിക്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗട്ട് ഹെൽത്ത്. പ്രോബയോട്ടിക്സ് ഏത് ഫുഡിലാണ് കിട്ടുന്നത്? കൂടുതലും കേർഡ്, ഈവൻ ഫെർമെൻറ്റഡ് ദോശ ബാറ്റർ, ഇഡ്ലി, പിന്നെ കിംചി. ഇപ്പോഴത്തെ എന്താ പറയുക സൂപ്പർ ഫുഡ് നവഡേയ്സ് എവ്രിബഡി ഇൻ ഓസ്ട്രേലിയ ഹാസ് കിംചി. പിന്നെ ബട്ടർ മിൽക്ക്, മോര് കറി, ഇതൊക്കെ നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബയോട്ടിക്സ് കിട്ടും. ആൻഡ് even prebiotics are very important. Prebiotics feed on good bacteria. Prebiotics കിട്ടണമെങ്കിൽ we need to include more bananas, oats, onions, garlics. ഇതൊക്കെ നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ we get prebiotics. So these are something you can include in your daily food, and you'll see that your energy and your skin improves a lot. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ആർക്കെങ്കിലും? ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഐ എം ടോക്കിംഗ് ടു ദ വാൾ. എനിവൺ വാണ്ട്സ് ടു ആസ്ക് മീ എനിത്തിങ്? ഉണ്ടോ? ഓർ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഷുവർ. ഉണ്ടായിരുന്നു. അതായത് ഈ കൊളാജൻ റിച്ച് വെജീസിന്റെ ഒരു ലിസ്റ്റ് ഒന്ന് പറയാനൊക്കെ എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊന്ന് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, കോളജൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഇക്കാലത്ത് നമ്മുടെ ഓക്കെ, ഐ ടോക്ക് അബൌട്ട് ടു തിങ്സ്. വൺ ഈസ് നമ്മളിപ്പം ഈ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒത്തിരി പ്രിസർവേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ദിസ് ഈസ് സംതിങ് എന്താ പറയുക, സംതിങ് ഐ വാണ്ട് എവ്രി വൺ ടു അണ്ടർസ്റ്റാൻഡ്. ഇൻ ടുഡേയ്സ് വേൾഡ് ഈ 10 വർഷം മുമ്പേ കിട്ടുന്ന, ഫോർ എക്സാമ്പിൾ ഈവൻ ബനാന, സ്പിനച്ച്, ഇതിനൊക്കെ പോലും അതിനുണ്ടായിരുന്ന ന്യൂട്രിഷൻ വാസ് മച്ച് മോർ ദാൻ ദ ന്യൂട്രിഷൻ ദാറ്റ് വി ഹാവ് in today's vegetables and fruits. Can you tell me why? Anyone? I just want to get this more interactive. Anyone wants to share? What do you think? Why do you think that ഇക്കാലത്ത് ഉള്ള ഈ വെജിറ്റബിൾസും ഇപ്പോൾ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെയും ന്യൂട്രിഷൻ കണ്ടന്റ് കുറയുന്നു? Can anyone think of the reason why it is so? പക്ഷെങ്കിൽ അത് അതിന്റെ അകത്ത് അത് കൂടുതൽ സമയം, അതായത് ഫീൽഡിൽ നിന്ന് നമ്മുടെ കിച്ചണിലേക്ക് വരാൻ സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. അത് തന്നെ ഒരു റീസൺ ആയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. That is exactly correct. 100%. Because ഈ പണ്ടൊക്കെ നമ്മുടെ എന്താ പറയുക ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഒരു ചെറിയ തോതിലാണ് ഈ കൃഷി ചെയ്ത് നമ്മൾ ഈ ചെറിയ എന്താ പറയുക ഈ കച്ചവടക്കാരടുത്ത് നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മേടിക്കുന്നത്. ഇന്ത്യയിൽ സംബന്ധിച്ച് മേ ബി ഇറ്റ് ഇസ് ലെസ്സർ. പക്ഷെ ഓസ്ട്രേലിയയിലൊക്കെ ബിക്കോസ് ഇറ്റ്സ് മാസ് പ്രൊഡക്ഷൻ, ഇറ്റ് ഗോസ് ത്രൂ ഡിഫറെൻറ്റ് ചാനൽസ് ഓഫ് preservation. Even ഈ സോയിലിൽ നിന്ന് തന്നെ we are putting so many fertilizers in the soil to get these എന്താ പറയുക ഈ വെജിറ്റബിൾസിനൊക്കെ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കാനായിട്ട് ഒത്തിരി ഫെർട്ടിലൈസേഴ്സും അതിൽ എന്താ പറയുക പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ച് they lose a lot of nutrition. I just want to say that so many people they think that ഞാൻ ഒത്തിരി സ്പിനച്ച് പച്ച മലക്കറികളൊക്കെ കഴിക്കാറുണ്ട്, പക്ഷേ still why is my iron content low? I just wanted to highlight on this topic because you just asked me this question. So
അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും റിക്കമെൻഡ് ചെയ്യുന്ന, ഇഫ് someone wants to boost, for example someone who is low in iron or who has symptoms of എന്താ പറയുക reduced collagen like skin saggy skin or hair fall ഒത്തിരി ഉള്ള ആൾക്കാർക്ക് I always suggest them to go for a good brand of collagen powder. There is no harm in it because most of these എന്താ പറയുക supplements and powders, they are all well tested before it hits the market. But other than that, if you want to slowly നമ്മുടെ എന്താ പറയുക collagen improve ചെയ്യണം എന്നുണ്ടെങ്കിൽ we can definitely go for natural എന്താ പറയുക way, like having the right fruits and everything. So if you want to include that, you can have papaya. So for example, papaya contains these gentle skin renewal collagen, and also it has vitamin C. അത് കാരണം അതിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ അത് അബ്സോർബ് ചെയ്യാൻ വളരെ സഹായിക്കുന്നു. ഈവൻ കിവി ഫ്രൂട്ട് വിച്ച് വി ഗെറ്റ് ഇൻ ഓസ്ട്രേലിയ, പിന്നെ ഓൾ ദി ബെറീസ്, സ്ട്രോബെറീസ്, ബ്ലൂബെറീസ്, ബ്ലാക്ക്ബെറീസ്, ഇതെല്ലാം ഹൈ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് ദേ ഫൈറ്റ് കോളജൻ ബ്രേക്ക് ഡൗൺ ഫ്രം ദ സൺ ആൻഡ് സ്ട്രെസ്. സോ വി ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ്. പിന്നെ സിട്രസ് ഫ്രൂട്ട്സ്, ഇതിലെല്ലാം ഒത്തിരി കോളജൻ ഉണ്ട്. പിന്നെ വെജിറ്റബിൾസിൽ സ്പിനച്ച്, സ്പിനച്ച്, കെയിൽ, ബ്രോക്കോലി, ഇതിലെല്ലാം ഹൈ കോണ്ടന്റ് ഉണ്ട്. ആൻഡ് ദേ ഓൾ ഹാവ് വിറ്റമിൻ സി ഓൾസോ. എസ്പെഷ്യലി ബ്രോക്കോലി ഹാസ് വെരി ഗുഡ് കണ്ടന്റ് ഓഫ് വിറ്റമിൻ സി, സിങ്ക്, ഇതെല്ലാം ഉള്ള കാരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു ആൻഡ് കോളജൻ പ്രൊഡക്ഷൻ ഒത്തിരി സഹായിക്കുന്നു. ആൻഡ് common vegetables നോക്കുകയാണെങ്കിൽ even tomatoes, beetroots, they all have collagen. Okay, they help in improving the blood flow and the nutrients. So and also yes, seeds you can include chia seeds, pumpkin seeds, flax seeds. They all have good amount of collagen. They are really good zinc, omega-3 ഇതിന്റെ കോമ്പിനേഷനിൽ ബെസ്റ്റ് ആണ്. Is that clear? Do you want to ask anything else? അതെ. ഞാൻ ഒരു സംശയം കണ്ടത്, നമ്മൾ ഈ പറഞ്ഞപ്പോൾ ഇലവർഗ്ഗങ്ങളിലെ ഈ മുരിങ്ങയില നമുക്ക് ഈസി ആയിട്ട് വീടുകളിൽ കിട്ടുന്ന ഒരു സാധനമാണ്. അതെങ്ങനെയാണ് അതിനകത്തെ ഈ കൊളാജൻ കണ്ടന്റ് ഒന്ന് പറയാമോ? Yes. In fact, moringa leaves even in the Western world, moringa is supposed to be considered like എന്താ പറയുക സൂപ്പർ ഫുഡ്. അതിന് അകത്ത് ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വിറ്റമിൻ സി. It has in fact 7 times more vitamin C than oranges. Even calcium, protein, iron, more iron than spinach. So and it also for women hormones help ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മുരിങ്ങ. അതിനകത്ത് ഈസ്ട്രോജൻ ബാലൻസ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട്. ഇറ്റ് സപ്പോർട്ട്സ് തൈറോയിഡ്. It helps with PMS, perimenopause symptoms. So yes, you are right. ഇനി റെസിപ്പീസിൽ ഞാൻ പോകുന്നില്ല, കാരണം നമ്മളുടെ അകത്ത് തന്നെ മുരിങ്ങയുടെ തന്നെ ഒത്തിരി, നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി തന്നെ വകയുള്ള റെസിപ്പീസ് ഉണ്ട്. I'm not a great expert of that, but any simple recipes, if we can include moringas in our daily food habit, it is amazing. അതിനകത്തും കോളജൻ ആൻഡ് സ്കിൻ സപ്പോർട്ടിന് ഒത്തിരി ഇതുണ്ട്, എസ്പെഷ്യലി ബിക്കോസ് അതിനകത്ത് ഹൈ വിറ്റമിൻ സി ഉണ്ട്. അത് കാരണം ഈ കോളജൻ അബ്സോർബ് ചെയ്യാൻ ഒത്തിരി സഹായിക്കുന്നു. സോ ഈവൻ ഇപ്പോൾ ഈ മൊരിങ്കയുടെ പൗഡർ തന്നെ കിട്ടുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു ഹാവ് നോട്ടിസ്ഡ്. ഐ റിമെമ്പർ സീയിങ് ഇൻ ഇന്ത്യൻ ഷോപ്സ് ഇൻ ഓസ്ട്രേലിയ, യു ഗെറ്റ് എന്താ പറയുക മൊരിങ്ക പൗഡർ, and because it is become so popular, it helps with so many things. Even inflammation കുറയ്ക്കാൻ പോലും it helps with our this thing. So yes, that's a very good point that you asked me. And ഒത്തിരി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നോട്ട് ജസ്റ്റ് കോളജൻ, ദാറ്റ് ഇസ് ജസ്റ്റ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. ഈവൻ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എന്താ പറയുക, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു, ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. സോ വി ക്യാൻ ഹാവ് ഇറ്റ് ഇൻ എനി ഫോം. ഈവൻ ഈ പൗഡറിനെ നമ്മൾ ഈ സ്മൂതിയിലോ സൂപ്പിലോ ഒന്ന് ഇടുകയാണെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് വാം വാട്ടറിൽ അങ്ങ് മിക്സ് ചെയ്ത് കുടിക്കുന്നതും നല്ലതാണ്. Some people, you can even make it like a tea, infuse it in hot water and then drink it. Whatever form, it is very good. So, yeah. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് satisfied your question? നമ്മൾ ഈ മുരിങ്ങയ്ക്കായും ഇതും എല്ലാം വാങ്ങിച്ച്
അതിൻ്റെ പെസ്റ്റിസൈഡ് ഉണ്ടോ, അത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, എങ്ങനെയാണ് പ്രിസർവ് ചെയ്തത്, ഇതൊന്നും നമുക്ക് അറിയത്തുമില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്നു. ഈ കിട്ടുന്ന പറയുന്നതൊക്കെ ന്യൂട്രിയൻസിൻ്റെ ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിന് നമുക്കറിയത്തില്ല. ഓക്കെ, എന്നാലും നമ്മളൊരു ഗാമ്പിൾ നമ്മൾ അതാണോ 92 വൈറ്റമിൻ ഫോർ ന്യൂട്രിയൻ ഫോർ മെൻ, 92 അല്ല 102 1 ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇപ്പം ഓവർ ദ കൗണ്ടറിൽ ഇഷ്ടംപോലെ 92 എന്നൊക്കെ ഈയിടെ ഞാൻ കണ്ടത്. ഒറ്റ ഡ്രിങ്കിന് നമുക്ക് 92 ന്യൂട്രിയൻസ് ഒക്കെ കിട്ടും. അപ്പം 100% കോൺഫിഡൻറ്റ് അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഈ ന്യൂട്രിയൻസ് ഡെയിലി നമ്മൾ കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടോ, അതോ വിൽ ദാറ്റ് ബി എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈ ഫ്രഷ് ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കുന്ന ആ ഒരു ഗാമ്പിൾ എടുക്കുന്നതാണോ നല്ലത്? Okay, this is a very, very interesting question. I can do a 1 day's lecture on this, but I'll try to make it a very concise version and, an eye-opener version of it. So first of all, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ മാതിരി ഈ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലും ഇതിലൊക്കെ കിട്ടുന്ന ഈ ഡെയിലി ഫ്രൂട്ട്സ് വെജിറ്റബിൾസിലെല്ലാം യു ആർ റൈറ്റ്, ഒരളവിൽ അതിൻ്റെ ന്യൂട്രീഷൻ കുറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. സോ ചിലർക്ക് there are some people amongst us who are staunch believers that ഫുഡ് ബേസ്ഡ് ആയിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ, നാച്ചുറൽ ഫുഡ് ബേസ്ഡ് നിന്ന് എനിക്ക് ഇത് കിട്ടിയാൽ മതി. എനിക്ക് അങ്ങനത്തെ ക്ലയൻസ് ഉണ്ട്. സോ ഐ ഓൾവേസ് വർക്ക് വിത്ത് ദ ക്ലയൻസ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ പ്രിഫറൻസ്. സോ ചിലർ പറയും എനിക്ക് എന്താ പറയുക, മിൽക്ക് കാൽസ്യം ഫോർ എക്സാമ്പിൾ, ബോൺ ജോയിൻറ്റ് പെയിൻ ഉണ്ട്, ഐ വോണ്ട് ടു ഹാവ് കാൽസ്യം ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് സപ്ലിമെൻറ്റ്സ്. അവർക്ക് ഞാൻ അവർക്ക് കൊടുക്കുന്ന എക്സാമ്പിൾ ഇസ് സിമ്പിൾ. നിങ്ങളുടെ ഡെയിലി ബോഡി റിക്വയർമെൻറ്റിന് 4 to 6 cups of milk if it is only from dairy. I'm just giving a random example. Of course, calcium is available in other food also, but I'm just trying to give you an example. If you are only going to source calcium only from dairy products, then you need to have 4 or 6 cups of milk. It can include yogurt also, for that calcium. പക്ഷേ നമ്മൾ ഇതിൽ മറക്കുന്നത് ഈ മിൽക്കിനകത്തും ഈ എന്താ പറയുക യോഗട്ടിനകത്തും, ഓഫ് കോഴ്സ് യോഗട്ടിൽ പ്രോബയോട്ടിക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഈ മിൽക്ക് ആണെങ്കിൽ ഇതിനകത്ത് കുറേ ഫാറ്റും കൊളസ്ട്രോളും കൂടി വരുന്നുണ്ടേ. സോ ഓക്കെ, നിങ്ങൾ കാൽസ്യം മിൽക്ക് വഴി നിങ്ങൾ കോംപ്ലിമെൻറ്റ് ചെയ്തു. വാട്ട് വിൽ യു ഡൂ വിത്ത് ഓൾ ദ ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ ദാറ്റ് യു ഹാവ് പുട്ട് ഇൻ യുവർ ബോഡി just to help with the calcium intake? Similarly, another example, if you want to have the right amount of vitamin A through, in the vegetables, let's say for example, carrots, you need to have raw carrots, of 6 raw carrots every day. Okay, fine, you can do that. പക്ഷെ അതിനോടൊപ്പം അതിൽ മധുരവും വരുന്നുണ്ട്. There are other things also. Of course, carrots are very nutritious. What about all the additional things that food also has? So അങ്ങനെ ആവുമ്പോൾ you need to burn all that in the gym. Are you able to get that much time to burn, like 2 hours in the gym every day to burn all the fat and the additional sugar? Even natural sugar is a sugar in a way. So അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ ജീവിത ശൈലിയിൽ? ബിക്കോസ് ടുഡേ വി ആർ ലിവിങ് എ ഫാസ്റ്റ് ലൈഫ്. നമുക്ക് എന്താ പറയുക, പണ്ടത്തെ നമ്മുടെ ഈ ആൻസിസ്റ്റേഴ്സിനെ പോലെ നമ്മൾ കൃഷിക്കാരോ ഹണ്ടേഴ്സോ ഒന്നും അല്ല. വി ആർ നോട്ട് always physically active. Unfortunately, we lead a very sedentary 9 to 5 office work. So how can we incorporate in our body all the nutrition that our body needs, but also അതിനകത്ത് അധികം ഫാറ്റും കൊളസ്ട്രോളും ഇല്ലാണ്ട് ഹെൽത്തി ആയിട്ടിരിക്കണം? ഓഫ് കോഴ്സ് ജിം ഈസ് എ നോൺ നെഗോഷ്യബിൾ. വി ഷുഡ് ട്രൈ ആൻഡ് എക്സസൈസ് അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ ടു 1 hour. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ക്യാൻ ഓൺലി ഡു സോ മച്ച്. ഈ എല്ലാ കറക്റ്റ് ബാലൻസിൽ നമ്മുടെ ബോഡിക്ക് എത്ര കാൽസ്യം വേണം, എത്ര അയൺ വേണം, എത്ര മഗ്നീഷ്യം വേണം, ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഫുഡിൽ നിന്ന് മാത്രമേ നമ്മൾ കഴിക്കത്തുള്ളൂ എന്ന് നമ്മൾ സ്റ്റബൺ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ we should be ready for the consequences of additional things that come along with the food. And ഈ ഫുഡിനകത്ത് പെസ്റ്റിസൈഡ്സും ഉണ്ട്. സോ അതിൽ നിന്നും നമുക്ക് കുറേ വേണ്ടാത്ത ഇതൊക്കെ വരാറുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഐ റിക്കമെൻഡ് ഇപ്പോൾ ഈ മാർക്കറ്റിലുള്ള നല്ല ബ്രാൻഡ്, ഫോർ എക്സാമ്പിൾ വി ഹാവ് സ്വിസ് supplements. So there are some really good supplements I recommend. There is no harm, there is no side effects.
ഞാൻ പേഴ്സണലി 2017 തൊട്ട് I am regularly having certain supplements on an everyday basis, and I can tell you, for my age, I have no, touch wood, no high BP, no cholesterol, nothing, and I'm doing pretty healthy for my age. So if I get a client, this is what I will tell them, but I'll also get them to decide what they want. Does that make sense? So I wouldn't mind, but also at the same time, ഇപ്പം നമ്മുടെ ബാക്ക് യാർഡിൽ നിന്ന് തന്നെ നമുക്ക് കൃഷി ചെയ്ത് ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ പേര് നല്ല ഇൻട്രസ്റ്റിംഗ് കൃഷിക്കാരാണ്. ഐ ഹവ് സീൻ സോ മെനി പീപ്പിൾ ഗ്രോയിങ് എ ഗ്രേറ്റ് വെജിറ്റേഷൻ ഇൻ ദ ബാക്ക് യാർഡ്. അത് നല്ലതാ. അതിൽ നമുക്കറിയാം നമ്മൾ അതിൽ പെസ്റ്റിസൈഡ്സ് ഒന്നും ഇടുന്നില്ല. യെസ്, ഡെഫിനറ്റ്ലി വി ക്യാൻ ഗോ ഹെഡ് ആൻഡ് യൂസ് ദാറ്റ്. സോ ഇഫ് യു ഹാവ് എന്താ പറയുക, മുരിങ്ങ tree in the backyard, go ahead, use those leaves. You don't have to buy the powder from the shops. So if you have that option, go for it. പക്ഷെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ബാക്ക്യാർഡിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. So why not be flexible and make sure that we get the best of everything. This is my recommendation, and that doesn't mean you avoid the fruits and vegetables from the supermarket. You do eat them, but also complement it with the supplements like probiotics or multivitamins that you get from the shops. താങ്ക് യു. ഓക്കെ ലീന, ഒരു ക്വസ്റ്റ്യനും കൂടെ, ഒറ്റ okay. ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ, വി ഗോ ഫോർ ഈ ഓർഗാനിക് എന്നും പറഞ്ഞ് സർട്ടിഫൈഡ് ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞ് Yes, ലേബിൾ yes, ചെയ്ത്. അപ്പം yes. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? Okay, that's a very good question. ഈ ഓർഗാനിക് എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചോട്ടെ? അത് നാച്ചുറലായിട്ട്. Okay. Okay. So, okay, perfect. So your understanding is correct. But നമ്മൾ organic vegetables and fruits കഴിക്കണമെന്നുണ്ടെങ്കിൽ, of course, it is great. It is good to have organic, but we can also think of it like this. എല്ലാ വെജിറ്റബിൾസും നമ്മൾ തൊലിയോട് കൂടി കഴിക്കുന്നുണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ ബീട്രൂട്ട്, root vegetable, under the soil, pesticides, do they matter? We are peeling it off and then we are having other organic avanamnilla. But if there is a vegetable that we have with the skin, for example, and the okra, vendekya, so if you can get organic, great, because you are eating it as it is. So how I look at it is, if I'm going to eat it with the skin, if I can afford it, if it is not too costly, I will go for organic. But if I'm going to peel it anyway and have it, I would just go for a regular one. This is my take on organic, but there are some people who don't mind going organic, who can afford it, go for it. But I balance it. This is my personal suggestion on whether you should go or not. Of course, it is good, but you don't have to go for organic for everything. താങ്ക് യു. ആൻഡ് അറ്റ് വാട്ട് ഏജ് ഡു യു റെക്കമെൻഡ് ഗോയിങ് ടു എ ന്യൂട്രീഷനിസ്റ്റ്? എപ്പോഴാണ് നമ്മൾ ഒരു ന്യൂട്രീഷൻ നമ്മളൊരു 40 ആണോ 50 ആണോ? വാട്ട് ഏജ്? Good question. This is like asking ഏത് ഏജ് തൊട്ടാ നമ്മൾ നല്ല ആഹാരം കഴിക്കേണ്ടേ എന്നോ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കുഞ്ഞിന് പോലും നമ്മൾ നല്ല ആഹാരം കൊടുത്തില്ലെങ്കിൽ അത് ഓവർ ദ ലോങ് പീരീഡ് ഓഫ് ടൈം ഇറ്റ് ഷോസ്. നമ്മളിപ്പോൾ കാണുന്നില്ലേ, സ്കൂളിൽ പോകുന്ന പിള്ളേർ, they've got diabetes. Type 1 is different. I'm talking about type 2. Type 1 is a genetic thing. പക്ഷേ why? That is because നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ് കഴിച്ചിട്ട് ആ പിള്ളേർക്ക് we don't see, okay, they like junk food, they eat chips, they eat chocolate. Of course, it is unhealthy. So you don't have to necessarily go to a nutritionist for that. But the main funda I will suggest to keep yourself healthy, first thing is packeted foods. Any food for which നിങ്ങൾക്ക് അതിനകത്തുള്ള കണ്ടൻസ് എന്താണെന്ന് അറിയത്തില്ല, ഓർ നിങ്ങൾ അതിൻ്റെ പാക്കറ്റ് വായിച്ചിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ, that means it has got chemical. This is not an everyday ingredient, because if it was an ingredient I can read and understand, that then it is not processed. If you cannot understand it's processed, avoid it.
So this is so ഒരു any കാര്യം ചോദിക്കട്ടെ? yeah. So നമ്മളെ ഈ ഷുഗർ ഒരു വൈറ്റ് പോയിസൺ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് സംശയമുണ്ട്, ഈ മോക്ക് ഫ്രൂട്ട് പിന്നെ ചിച്ചോറി റൂട്ട് സിറപ്പ് ഇതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണോ, അതോ അത് ഡേഞ്ചർ ആണോ അത്? ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. എൻ്റെ പോളിസി എന്ന് പറയുന്ന കീപ് ഇറ്റ് സിമ്പിൾ. ഓക്കെ, ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഞാൻ എൻ്റെ ക്ലയൻസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. So for example, I personally do not add any sugar in my everyday food. Tea lanengilum, coffee lanengilum. I try, and also sweets. As far as my regular eating is concerned, I don't include it. പക്ഷെ ഫ്രൂട്ട്സ് ഞാൻ കഴിക്കും, ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഫ്രൂട്ട്സ് കഴിച്ച് നമുക്കൊന്നും അസുഖം വരാറില്ല unless we are diabetic. We already have that, sugar issue. Of course, we have to reduce high carb and high sugar loaded fruits like banana, mango and all. പക്ഷേ I don't recommend anything else. I don't even recommend equal, sugar free. I don't recommend it. That is all artificial. Keep it natural. Sugar, salt, ഇതൊക്കെ these are called as acquired taste. നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരു 3 ദിവസം നിങ്ങൾ അത് ഇല്ലാണ്ട് കഴിച്ചു നോക്കൂ. ഷുഗർ ആദ്യം 2 സ്പൂൺ ചായയിൽ ഇടുന്നവരെ 1 സ്പൂൺ ഇട്ട് 3 ദിവസം കഴിക്കുക, പിന്നെ അത് മൊത്തം അവോയ്ഡ് ചെയ്ത് നോക്കൂ. You will start liking it. You won't see the difference, and then you will be thinking, ഞാൻ എന്തിനാ ഇത്രയും ദിവസം 2 സ്പൂൺ ഷുഗർ ഇട്ടെ. Same thing, even salt. Some people love putting a lot of salt in their food. They have high BP. Try reducing it. After some time, അതൊരു അക്വയർഡ് ടേസ്റ്റ് ആണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ taste buds will get accustomed to it. So I hope you understood what I told about sugar and salt. This is just my personal take. I don't recommend any other herbal supplements and all. I just like to keep it natural. എവ്രിഡേ ലൈഫിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ജീവിത ശൈലികൾ മാത്രമേ ഞാൻ എൻ്റെ ക്ലയൻസിന് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. ഐ ഡോണ്ട് ഗോ ഓവർ ബോർഡ് വിത്ത് ഇറ്റ്, ബിക്കോസ് ഞാൻ കേറ്റർ ചെയ്യുന്ന ക്ലയൻസ് എല്ലാം ഫാസ്റ്റ് ലൈഫും ദേ ഡോണ്ട് ഹാവ് ടൈം. സോ ഐ ഡോണ്ട് ഈവൻ റെക്കമെൻഡ് എന്താ പറയുക സ്പെഷ്യലൈസ്ഡ് ഡയറ്റ് ഫോർ ദം. I want to keep it something simple that everybody, not just them, everybody in the family can follow. എല്ലാവർക്കും അവരുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ ചെറിയ ചെറിയ ട്വീക്സ് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഒത്തിരി കോംപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അത് സസ്റ്റൈനബിൾ അല്ലാതെ ആകുന്നത്. ഐ ഹോപ്പ് ദാറ്റ് മേക്സ് സെൻസ്. ഐ എം ഹാപ്പി ടു ഹിയർ മോർ ക്വസ്റ്റ്യൻസ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ പറഞ്ഞില്ലേ, why not keep it natural? I like to keep everything as natural. ലീനയുടെ സൗണ്ട് ഇടയ്ക്ക് കട്ടാ. Keep natural and adjust your body without much torment. Keep it natural. എന്തിനാ വെറുതെ സോഴ്സ് ചെയ്ത ഒരു പുതിയ സാധനം നമ്മൾ അധികം റിസർച്ച് ഇല്ലാത്ത ഒരു കാര്യം കൊണ്ടുവന്നിട്ട് ലോങ് റണ്ണിൽ പോയി ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് അവോയ്ഡ് ഷുഗർ. If you think that you're having too much sugar, reduce to your natural sugar. I go for even raw sugar. If I have to make sweets, jaggery ഉപയോഗിച്ചു നോക്കൂ. Of course that is also not the best, but it is better than having a white sugar. Go for raw sugar, go for jaggery. So ചെറിയ ചെറിയ നാച്ചുറൽ ഇതിൽ തന്നെ കുറയ്ക്കുക. ആൻഡ് എവ്രിഡേ റെഗുലർ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ ഷുഗർ അവോയ്ഡ് ചെയ്താൽ മതി. വൺസ് ഇൻ എ വൈൽ നമ്മളൊരു ഗുലാബ് ജാമുൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് കാരണം നമുക്ക് ഡയബറ്റീസ് ഒന്നും വരാൻ പോകുന്നില്ല. ഡെയിലി ഉള്ള ചായയിൽ നമ്മൾ 2 സ്പൂൺ രാവിലെയും 2 സ്പൂണും കഴിക്കുമ്പോഴാണ് നമുക്ക് അത് വേറൊരു അസുഖമായിട്ട് മാറുന്നത്. This is something I tell my clients. It's all right, we are all humans. If you like gulab jamun or an ice cream, you should not restrict yourself, because adana nammal future la jennittu oru pressure pole aayittu we let go. And നമ്മൾ കണ്ടിട്ട് ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഷുഗർ കഴിക്കാൻ ആഗ്രഹം. എന്താണെന്നറിയോ? ബിക്കോസ് സൈക്കോളജിക്കലി they have been restricted to have sugary food. അപ്പോൾ അവരുടെ even though they were not so fond of sugar previously, ഇപ്പോൾ അവർക്ക് കൂടുതൽ ആഗ്രഹമാണ് ടെൻഡൻസി, because this is all psychology. So once in a while ഒരു പായസം കഴിച്ചു, ഒരു പിറന്നാളിന് പായസം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇച്ചിരി പായസം കഴിക്കുന്നതാണ് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ എവറിഡേ ജീവിതശൈലിയിൽ don't have sugar. You don't have to go for stevia or equal or anything. My recommendation, try to get the acquired taste of having coffee or tea without sugar. You will be fine after
it takes 21 days to create a habit. So just keep yourself going. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ you will automatically get adjusted to it. And this is my personal experience. ഞാൻ പോലും ചായയിൽ ഒരു സമയത്ത് ഒത്തിരി ഷുഗർ ഇട്ട നല്ല മസാല ടീ every evening. I love to have it with nice 2 full tablespoons of sugar. I don't have it at all nowadays. I don't like sugar now. So it's my personal experience. Hope that makes sense. ഓക്കെ, അടുത്ത ആൾക്ക് ചോദിക്കാം. Hi, dear ma'am. My name is Luke. Yes. I have a couple of questions, if you don't mind to answer. No problem at all. Can you hear me? Yes, I can hear you, and Yeah, you can call me yeah. Lynn. I will. I've been exercising last 40 years. I'm 58 years old, gentleman. I started Yes. when I was 18. I do a lot of exercise, but nowadays what I do is last 2 months I starve myself during the day and drink 2-3 black coffee and sometimes 1-2 Celsius. You know Celsius. There's a supplement drink, protein drink by most of the stores have, and may eat something after my workout. What do you think about that? Habit is good, or that help my gut? May I ask why you are doing that, first of all? What is your Because motivation in starving? since I mentioned my age, because most of the time, and I'm a nurse also. Okay. Most of my people after 50s, they get fat and they don't have a good abdominal muscle. So that's I want to keep my abdomen like 32, 34, even though I'm 58. So that's why only thing I can do is starve myself and take some Celsius and then eat some food before I go to bed after exercise. So most of my friends said that's not good idea. That's not good for your gut. So what's your recommendation? Is it a good habit, or I stop it at this age, or just eat regular food? I take supplements also. I take vitamin E, vitamin D, multivitamins, all kind of vitamins what I need for my age. Okay, so there's a lot of questions in this. We'll tackle one at a time. Okay, ഇതിന്റെ ഫസ്റ്റ് ഫണ്ടാന്ന് പറയുന്നത് നിങ്ങൾ I think you are trying to follow the concept of intermittent fasting അല്ലേ? I think that is what you are having in your mind by doing this. So first things first, 1-2 ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്തു എന്ന് വെച്ചാൽ that's not a bad idea. ഒരു ദിവസം നമ്മൾ intermittent fasting the concept എന്താണെന്ന് വെച്ചാൽ weekly 1 day you can fast, or you can go for a 16-8 fasting window. That is all right for a short period of time. But if you are doing this on a regular basis, it is a big red flag. It is a big no-no. I'll tell you the scientific reason why. Nammada body, the way it is built in such a way that you get nutrients, it burns it for your everyday consumption. Simple funda. Okay. So some people അവർ one time meal skip ചെയ്യും as a general habit. So for example അവരുടെ ഉദ്ദേശം okay, I don't want to have breakfast. ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ചിലരുടെ ഇതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമില്ല. They don't have time to have breakfast. They'll just have coffee. That is enough. I've seen, let me tell you, in Australia 80% of the people they do it. It's not only Indians, Aussies also, but this is the biggest red flag. So what happens is our body has formed a habit that this person is not going to give me food at this time. So body endu cheyunu venchala nammade body katha it preserves the energy so that it slowly burns it. So in effect nammade metabolism korayunu. So a person who is eating 5 times a day actually has more metabolism than a person who is eating 1 or 2 times a day, even if both are eating same amount. Does that make sense? The reason being, the person who eats 5 times, he is burning more because the body knows, I'll burn it, I'm going to get more. So he'll eat in small amount 5 times. He spreads it. The other person will eat a lot of food in 1 or 2 meal. He will actually reduce the metabolism. Even though he is eating the same amount of calories, his
the amount of the energy expenditure is reduced. So due to which first problem നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇത് short term ആണെങ്കിൽ this is not valid. Okay, that's why I'm correcting myself. Over a long, if you've just done it for some days, that's okay. Over a long period of time, your metabolism is going to reduce. That's one main issue. Then you're saying that you're going to the gym, you're burning, which is wonderful. When you are burning so much, you also need a lot of nutrition. Protein മാത്രം അല്ല, നമ്മുടെ ബോഡിക്ക് നമുക്ക് കാർബ്സും വേണം. We need lot of vitamin B, B12, iron, magnesium, and you are you're saying you're 50, 55 plus. You need so much more nutrition. Okay, so how is your body going to sustain itself? You also need calcium. You need vitamin E for your eyesight. We get after a certain age cataract പോലത്തെ ഇതൊക്കെ വരും. So I do not recommend at all. You need to make sure that, okay, you're saying supplements, but supplements matram pora, that will create toxicity. You need to have food also. I understand that you're conscious of increasing your belly fat, which is great, but eat little bit, very good quality food in more frequency. This is my recommendation. So I hope that makes sense. So one is you don't want to reduce your metabolism. Number two is you need wholesome nutrition, not just proteins. Yes, proteins are important for your age. കാരണം ഒരു ഏജ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ മസിൽ ലോസ് വരുന്നു. ഇറ്റ് ഈസ് കോൾഡ് as sarcopenia, due to which people lose muscles and strength. So yes, you do need to have lot of protein. And if you're going to gym, you also need to have some creatine also, so that you build lean muscle mass. But you also need other nutrition. Have you checked your nutrition profile? Have you done your blood test? If you've just done this recently, it's okay. It would not have affected you much. It can help you with a little bit of fat loss or something, but don't make it a long-term habit, because that can have other repercussions in your health. Okay, this is the second thing I wanted to tell you. So I recommend go for a full blood profile, nutrition profile test. Check the amount of vitamin D, calcium, and everything in your body. Based on that, you can go to a nutritionist locally, or just make sure that nowadays this kind of knowledge is available very freely. Just make sure. So for example, രാവിലെ എന്താ പറയാ, you can go for a breakfast that is like eggs, the egg omelette, and have one slice of bread toast to, that is not going to harm you. Just keep it light and high protein. That is fine. That's one thing. പിന്നെ നിങ്ങൾ ചോദിച്ചല്ലോ ലാസ്റ്റിൽ എൻ്റെ ഏജ് ഗ്രൂപ്പിന് കഴിക്കേണ്ട സപ്ലിമെന്റ്സ്. സോ not one size fits all, but in general, it is really, I recommend for someone who is 50 plus, first thing is probiotics. കാരണം നമ്മുടെ gut health is very important, or as we age, probiotics are very important. So നമ്മൾ ദിവസവും if you're not having enough food that has probiotics, then it is good to have probiotic supplements. I personally take it because I lead a very fast and busy life, and I am guilty of not being able to incorporate the right food, and I don't mind having supplements. So I go for, yes, probiotics. That's one thing. I also go for multivitamins. I go for omega-3. Omega-3 is very important for people after 40. So definitely recommend having omega-3. These are three key vitamins that we should have once we are 40 plus. And നമുക്ക് എന്താ പറയാ, ഈ vitamin D levels check ചെയ്യാം. This is sunshine vitamin, or you can have daily എന്താ പറയാ egg yolk, salmons, ഇതൊക്കെ നമുക്ക് include ചെയ്യാം. So make sure only if you are low in vitamin D, go for extra vitamin D supplements with K2, vitamin D with K2. പക്ഷേ that you only need to have if you are low. In Australia, it's a common pattern for people to have low vitamin D. So we recommend that for majority of our patients. നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് കൊടുക്കാറുണ്ട്. So vitamin D കഴിക്കുമ്പോൾ it's good to include the supplement with vitamin K2 as well.
Yeah, so these are, I won't recommend other high vitamins. These are basic things that I would recommend including. പിന്നെ ഓരോരുത്തരുടെ എന്താ പറയുക ന്യൂട്രീഷൻ പ്രൊഫൈൽ അനുസരിച്ച് we change. Like, some people need collagen. They say they've got a lot of hair loss, or brittle nails or saggy skin. I recommend them to have the collagen protein. So depending on that, I kind of vary their supplementary intake. Have I answered all your questions? Yeah, thank you. And also, I have little cramp. Do you recommend any supplements for the cramp? I do some hand exercise for my car because I have hard work. I'm a busy person too. Recently, I noticed that I have cramp on my fingers. So I think people told me that because of magnesium deficiency, I take magnesium gluconate, but that makes me poop. So I stop it, and I don't want that take in my life. It's what is your recommendation for this people who are age, and that means a 50 plus with this cramp. Yes. Magnesium is what generally magnesium is the vitamin that we recommend for cramps. But since that is having a reaction to you, you will need to get your allergy test done and check for your particular profile. First of all, get your nutrition profile test done, and based on that, you need to also check if there is anything else that you are low in. Vitamin D check ചെയ്തിട്ടുണ്ടോ? Do you know if your vitamin D levels are good? Yes. All my enzymes and also my chemicals, everything is okay. So recently, this is what happened. That's when it's because of I don't eat much. I don't know. I don't have much nutritions. That's what I mentioned. The last 2 months, I've been starving myself and drinking coffee and then taking some Celsius and one meal. So that may cause this one. I don't know. Yes. Caffeine intake, you need to reduce your caffeine intake because that can also interfere with your nutrition absorption. So if you are having these supplements and you're having coffee along with it, for you the problem is you're already not having the regular meals that we should have at the right frequency, and then you're having coffee, caffeine and all, and then didn't you say you're also having Celsius, the protein drink, and also it is obviously not helping you to absorb. So for example, vitamin D and magnesium go well. So I'm just giving you an example. If you're having magnesium but you are not having, if you're having it along with coffee for instance, it's not going to absorb, and that will give you another side effect. And in your case, you're not even having food, proper food at the right interval, so that is also going to affect you. So why don't you try changing your daily habits? I'm not saying to increase your food quantity if you are concerned about your belly fat. The omega-3, are you having omega-3 by the way? Yes, I take omega-3, all the medications that you said, and you mentioned about probiotic. How many milligrams probiotic is supposed to take a age person? You can just go for any good brand of probiotics and go for the recommended supplementary, in the label that is there. You don't have to Yeah, increase or reduce your 2,500. Sometimes people have 15,000, 3,000. Recently, I got No, 4,000. yes, no. Do you have any gut ill health issues? If not, you don't have to go extra. Just that will create toxic effects and inflammation. So just go for an everyday probiotic that is not high in dosage, unless your doctor has recommended, because of somebody who has IBS syndrome, for example, they may need to have more probiotics because they have poor gut health issues. So unless you have a certain medical condition that warrants you to have extra probiotic, do not have high dosage. That can create issues too, like what you've told me. So just keep to the minimum dosage, and yeah, don't overdose yourself with any supplements. Just because if you're going to have it every day, you don't need to do that. That's the 1,000 will do. Thank you, ma'am. I really appreciate it. Have a blessed day. No problem. Thank you. താങ്ക് യു. ഇവിടെ ഇരിക്കുന്നവർക്ക് ഇനിയും ചോദ്യം ചോദിക്കാം. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചാറ്റിൽ വന്നിട്ടുണ്ട്, ഞാൻ അതൊന്ന് Sure, വായിക്കാം. sure. ഒരാള് ചോദിച്ചിരിക്കുന്നത്, ഈ
ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അമിതമായി ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ ഇമോഷണൽ ഈറ്റിങ്ങിനെ നിയന്ത്രിക്കാൻ എന്താണ് പ്രായോഗികമായ മാർഗങ്ങളെന്ന്? Okay, so you have actually answered your question by recognizing that stress കാരണമാണ് ഞാൻ ഇത് കഴിക്കുന്നത്. That is the biggest thing. So mostly what happens is ഈ സ്ട്രെസ് ഉണ്ടാവുന്നത് അവർ റിയലൈസ് ചെയ്യാണ്ട് കഴിച്ചു പോകുന്ന അതാണ് ഭയങ്കര റെഡ് ഫ്ലാഗ്. ബട്ട് യു ഓൾറെഡി നോ that you have a weakness that when you are stressed you are having a fondness towards eating. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലെ ഫ്രണ്ടൽ കോർട്ടൽ നെർവ് ഇറ്റ് ഈസ് ഇംപയർഡ്. സോ യു ആർ നോട്ട് ഏബിൾ ടു മേക്ക് എ റേഷണൽ തിങ്കിങ് ഓഫ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്. So what I personally recommend my clients is, first of all, stress is something you can't live with and try to work around it. You need to find out what is causing stress and try to get mechanisms that reduces stress. Okay, so ചിലർക്ക് work related stress ആയിരിക്കാം, ചിലർക്ക് personal life related stress ആയിരിക്കാം. If something is bothering you, my recommendation, please go for the right counseling and find out what it is. ചിലർക്ക് simple everyday life കാരണമുള്ള stresses can be something like fast life, they don't get enough time to relax. Those are things that you can tackle yourself by finding your own time management skills. How am I going to work around these things? So ചിലർക്ക് sleep കിട്ടുന്നില്ല. So you need to find something like switching off blue light, switching off technology, eating food before 7 o'clock also helps. Some people have digestion problems that creates stress because then they are not able to sleep. So first thing is find those mechanisms that tackle stress, whatever be it. Second thing what I recommend is, when you know you have a weakness for certain food when you are stressed, remove that food from your pantry. Out of sight is out of mind. So നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് ആണ് വീക്ക്നെസ് എന്നുണ്ടെങ്കിൽ ഡോണ്ട് ബൈ ചോക്ലേറ്റ്, ഗോ ഫോർ ഡാർക്ക് ചോക്ലേറ്റ് വിച്ച് ഇസ് 80% മോർ in cocoa. That is healthy for you. That is actually very good to combat your stress. That is just one example. Or create, make your own protein balls that have natural sugars like dates and cacao powder added in it. I don't know if you I'm not sure if you know what is cacao powder. It is natural form of cocoa without any sugar. It is bitter. People who like chocolate, they will adapt to that taste. It is very good antioxidant and helps with inflammation in the body. You can try making your own protein balls, which are so simple to make. Google, YouTube is full of great recipes. You can just, make your own simple protein balls, stock them in your pantry. So next time you don't feel sleepy, you want to go grab some food from the fridge, go for a protein ball. It is better than having some Kit Kat bar. So I hope you understand. First, find the core reason for stress and try and find mechanisms to reduce that stress. Look for mechanisms that help in increasing your sleep quality. It can be anything. Remove technology, eat early, and switch off lights and go into, maybe have an early shower before your sleep so that you get really good power sleep. That's one. Second, third thing. And then also do not stock unhealthy food, junk food in your pantry, in your fridge, so that when the food is not there, you cannot eat it, right? And it is also not good for your budget. When you go into the supermarket, avoid processed food section completely. Go for health food section. So slowly you will cultivate the habit. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, നമ്മുടെ ഈ ഫ്രോസൺ ഫുഡ് ഈ ഡീഫോസ്റ്റ് ചെയ്ത് പാചകം ചെയ്ത് കഴിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശം തരാറുണ്ടോ എന്നാണ്. അതിന്റെ ബാക്ടീരിയ ഒഴിവാക്കല് ഒക്കെ എങ്ങനെയാണ് ഈ ഡീഫോസ്റ്റ് ചെയ്ത ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം? ഓക്കെ, അതൊരു വളരെ നല്ല ചോദ്യമാണ്. ഐ റിയലി ലൈക്ക് ദാറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് താങ്ക് യു ഫോർ പുട്ടിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. സോ ഒത്തിരി പേർക്ക് ഈ ഒരു ധാരണയുണ്ട്, ഈ ഫ്രോസൺ ഫുഡ് ഇസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് പാക്കറ്റഡ് ഫുഡ്സ് ഓർ പ്രോസസ്ഡ് ഫുഡ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി.
frozen food are actually more nutritious than the fresh food that you get in the market. Will you believe it? ഇല്ല, അത് Can ഇപ്പോഴത്തെ ഒരു anyone എന്താണ്? അല്ല, അത് ആ അറിവ് ഇപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം കറക്റ്റ് ആണെന്ന് അറിയത്തില്ലായിരുന്നു. അതിനെപ്പറ്റി പറയൂ, അതിനെപ്പറ്റി കൂടുതൽ പറയൂ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? Why is it that frozen food is better than fresh food? Can anyone guess? ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാമോ? പറയൂ. Frozen food is better than fresh fruit. അത് Fresh കാര്യം food, എനിക്ക് fresh തോന്നുന്നു വെച്ച് fruits. കഴിഞ്ഞാൽ ആ ഫ്രോസൺ ഫുഡ് ന്യൂട്രിയൻസ് ഏറ്റവും പീക്ക് നിൽക്കുമ്പോൾ അതിനെ പ്ലക്ക് ചെയ്തു അതിനെ ആ സമയത്താണ് അത് ഫ്രോസൺ ആക്കുന്നത്. വേറെ നാച്ചുറൽ ഫുഡ് ഇൻ കോഴ്സ് ഓഫ് ടൈം അത് ഡീഗ്രേഡ് ചെയ്ത് അതിൻ്റെ ഈ നമുക്ക് നമ്മുടെ കൈ കിട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ന്യൂട്രിയൻസ് ഡിപ്ലീറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണോ? Excellent answer. You can join the nutrition panel as a nutritionist. I love that answer. Thank you. Thank you. This is what I like because, you have contributed and thank you for that. അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. So what happens is as you correctly said, fruits, vegetables എല്ലാം correct peak formula when it is ripe and in the correct form, ready to eat formula, അതിനെ സ്നാപ്പ് ഫ്രീസ് ചെയ്താണ് പാക്കറ്റ് ചെയ്യുന്നത്. അതിനകത്ത് യാതൊരു തരത്തിലും കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല. ബിക്കോസ് ഫ്രീസിങ് ഇറ്റ് സെൽഫ് പ്രിസർവ്സ് ഇറ്റ്സ് ന്യൂട്രിയൻസ് ഇൻ ഫ്രഷ് മോഡ്. സോ ആക്ച്വലി സ്പീക്കിംഗ്, പീപ്പിൾ ഹൂ തിങ്ക് ദാറ്റ് ഈ ചിലരുടെ ഈ ധാരണ ഉണ്ടല്ലോ, അത് തെറ്റാണ്. ഈ ഇൻഫാക്ട് ഫ്രഷ് ഫുഡ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ കുറേ പ്രിസർവേറ്റീവ്സ് ഒക്കെ അതിൽ അടിച്ച് അതിനെ ഫ്രഷ് ആക്കി വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ഫ്രോസൺ അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് ഇമ്മീഡിയറ്റ്ലി ഫ്രീസിങ്ങിന് പോവുകയാണ്. സോ ദേ ഡോണ്ട് നീഡ് ടു പുട്ട് എനി സ്പ്രേസ് ഓർ എനി കെമിക്കൽസ് ഓർ പ്രിസർവേറ്റീവ്സ് ഇൻ ഇറ്റ്. So they are 100% very good, very natural. Go for it. In fact, certain superfoods like blueberries, they have more nutrients in the frozen form than the fresh form. So, and they are also cheaper. So why not go for it? So I personally use a lot of frozen blueberries and all these things because it's easy. ഇന്നത്തെ ഈ ഫാസ്റ്റ് ലൈഫിന് നമുക്ക് അത് ഉൾക്കൊള്ളിക്കാനും വളരെ എന്താ പറയുക, ഈസിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഹൈ ന്യൂട്രീഷൻ ആണ്. സോ വൈ നോട്ട് ഗോ ഫോർ ഇറ്റ്? ദാറ്റ്സ് വൺ തിങ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ ചോദിച്ചാൽ അത് എങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യേണ്ടതെന്നാണ്. So if you are going for frozen cut vegetables, use it straight away in the pan. If you're sauteing it, you don't have to thaw it and then use it. You can go straight away use it, as it is. So if it's cut onions also, അത് directly നമ്മൾ പാനിൽ യൂസ് ചെയ്യാൻ പറ്റും. So how to use it depends on what exactly you are using from the frozen form. But definitely I highly recommend frozen fruits and vegetables. ഓക്കെ, താങ്ക് യു. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ ഭക്ഷണം കഴിക്കുന്ന സമയം, അതിന്റെ ടൈമിങ്, രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത്, അതായത് ലേറ്റ് നൈറ്റ് ഡിന്നർ ആരോഗ്യത്തിന് ദോഷകരമാണ് എന്ന് പറയാറുണ്ട്. അതെ. എപ്പോഴാണ് ഒരു വ്യക്തി, നമ്മൾ സാധാരണ രാത്രിയിലെ ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴാണ്? അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുന്നവരുടെ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്തായിരിക്കും? ഈ ആഹാരത്തിന്റെ സമയം, Yeah. അളവ്, ഉറക്കത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ? Yes. So ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ you have stolen the answer from the question. So as I was telling, one size fits all എന്നുള്ള ഫോർമുല വർക്ക് ചെയ്യത്തില്ല when it comes to food habits. ഒരാൾക്ക് സൂട്ട് ചെയ്യുന്നതല്ല മറ്റേ ആൾക്ക് സൂട്ട് ചെയ്യുന്നത്. സോ ഒരു ഷിഫ്റ്റ് വർക്കറിന് നമുക്ക് പറയാൻ പറ്റില്ല എന്താ പറയുക, സന്ധ്യാസമയത്ത് ഫുഡ് കഴിക്കരുതെന്ന്. കാരണം പുള്ളി വർക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നൈറ്റ് ഷിഫ്റ്റിലായിരിക്കാം, ഫോർ എക്സാമ്പിൾ. സോ എവറിബഡീസ് ബോഡി സർക്കാഡിയം റിതം ഈസ് ഡിഫറെൻറ്റ് ബേസ്ഡ് ഓൺ അവരുടെ ആക്ടിവിറ്റി ആൻഡ് ജീവിതശൈലി അനുസരിച്ച് അത് മാറുന്നുണ്ട്. സോ ഫസ്റ്റ് ഞാനിപ്പം ഒരു ഡെയിലി ഡേ ജോബ് ചെയ്യുന്ന ഒരാളുടെ നോക്കുകയാണെങ്കിൽ, the ideal time to eat is first of all, do not skip breakfast. Whatever time you get up, within an hour, go for a green tea or water, and within 2 hours, go for whatever breakfast you're having, go for it. I recommend going for, some nice high protein breakfast. Do not skip breakfast. Coffee matra alla.
breakfast is a main food you need to have, because നമ്മുടെ ബോഡി ഓൾമോസ്റ്റ് 8-9 മണിക്കൂർ ആഹാരം ഇല്ലാതെ സ്റ്റാർവ് ചെയ്തിരിക്കുകയാണ്. സോ യു നീഡ് ടു ഫീഡ് ഇറ്റ് ഗുഡ് ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ദാറ്റ് ഇസ് വൺ തിങ്. And ucheka, I usually recommend about 2 or 3 hour gap after every meal to go for, let's say, coffee or something. So maybe around ഇപ്പോൾ നിങ്ങൾ ഒരു 8-9 മണിക്കോ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് you can go for coffee or something. If you are a coffee drinker, no problem. 1 time or 2 time coffee doesn't have any issues. പിന്നെ ഉച്ചഭക്ഷണം ആയിക്കോട്ടെ, you can have, make sure that ഞാൻ പറഞ്ഞ മാതിരി ഒരു പ്ലേറ്റിൽ 30% carbs ഉണ്ടാവും. Half of the plate should be vegetables, quarter of it should be protein, and the other quarter you can have nice healthy carbs, which can be നമ്മുടെ red rice, brown rice, quinoa, millets, ഇതൊക്കെ ഉൾക്കൊള്ളിക്കാം. Try to avoid white rice unless if you are diabetic. Then of course you can't have high എന്താ പറയാ, sometimes doctor recommends if you have high sugar അതിനെ നിയന്ത്രിക്കാനായിട്ട് go for basmati rice. So that is very different. I'm just talking about a regular person without much health issues. അവർക്ക് കഴിക്കേണ്ട ഒരു ഇതാണ് ഞാൻ ഇവിടെ പറയുന്നത്. സോ ഉച്ചയ്ക്ക് ഒരു റെഗുലർ ഇത്. പിന്നെ as far as possible, ഡിന്നർ എന്ന് പറയുന്നത് 6 മണി 6:30 മാക്സിമം 7 മണി ആവുമ്പോൾ കഴിച്ചു തീർക്കുകയാണെങ്കിൽ യു ഹാവ് ഇനഫ് ടൈം, യുവർ ബോഡിക്ക് ഇനഫ് ടൈം കിട്ടും ഡൈജഷന് വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് രാത്രി ഒരു ഇൻഡൈജഷൻ കാരണമുള്ള ഒരു ഉറക്കമില്ലായ്മ ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ സർക്കാഡിയൻ റിതം. നമ്മുടെ സൺലൈറ്റ്, സിമ്പിൾ ഫോർമുല, ദിസ് ഈസ് ഫോർ എ പേഴ്സൺ വിത്ത് എ ഡേ ജോബ്. I am not talking about someone who is working in the night, then it is totally different. So if you are a person who has a 9 to 5 job, try to if possible have an early dinner. അത് കഴിഞ്ഞിട്ട് കഴിയുന്നതും ഒന്നും കഴിക്കണ്ട. If you can go for some water or something like a chamomile tea just before bed, if it helps, that is the best way to have the meal timings. 3 times or 2 times snacks and 3 time meals are great. If you are in a weight loss mode, you can just keep it to 3 meals. That's okay. But some people like to have snacks because that is their body tendency. Then go for a 5 time meal, but reduce the amount of food you're having. So this is for a regular person. ഇനിയിപ്പോൾ നൈറ്റ് ടൈമിൽ വർക്ക് ചെയ്യുന്നവർ, I assume that obviously you are sleeping during the day. So same thing, reverse it. As I was saying, ഉറക്കം എണീറ്റിട്ട് ഒരു മണിക്കൂറിനകത്ത് ഒരു ഗ്രീൻ ടീയോ, ഇഫ് വാട്ട് എവർ ഇസ് യുവർ റെഗുലർ ഡ്രിങ്ക്, ഐ ഓൾവേസ് റെക്കമെൻഡ് start your morning with a green tea if possible, or just a nice big cup of warm water is enough. You don't need to include caffeine in your first cup. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഇഫ് യു ആർ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എണീക്കുന്ന വൈകിട്ട് 6 മണിക്കാണെങ്കിൽ, make that 7-7:30 your green tea time, and then go for 9 o'clock as your 9 p.m. as your breakfast. The same thing, just reverse it. So because that is your lifestyle, so you cannot incorporate, when you are sleeping, you can't break your sleep and have your food. That is not recommended, because sleep is also equally important. That is something ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. Sleep is very important for our good healthy lifestyle. It is a non-negotiable. If you don't get in 6 to 8 hours of sleep, that can also have other എന്താ പറയുക repercussions in our body. അതിൻ്റെ മലയാള വാക്ക് എനിക്ക് അറിയത്തില്ല. If anyone wants to translate that, feel free to translate. പക്ഷേ സ്ലീപ്പ് നമുക്കൊരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ ബോഡിയിൽ. I hope I answered your question. താങ്ക് യു. വേറെ ആർക്കെങ്കിലും സ്പീക്കർ പാനൽ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. താഴെ സെബാസ്റ്റ്യൻ ഒരു ഉണ്ടോ? ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ബിനു. അതായത് ഒരാളുടെ ചോദ്യമാണ്, ഈ സെബോറൈക് ഡെർമാറ്റൈറ്റിസ് എന്ന് പറയുന്നത് പുവർ ഗട്ട് ഹെൽത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് ബീനയ്ക്ക് പറയാൻ?
എന്താണെന്ന് പറയാമോ? ഐ കാൺ ഹിയർ യു സെബോ പ്രോപ്പർലി. സെബോ എന്താണ് കണ്ടീഷൻ പറഞ്ഞു? സെബോറൈക് സെബോറൈക് ഡെർമാറ്റൈറ്റിസ്. അത് പുള്ളിയുടെ അതെന്താ ഡയഗ്നോസിസ് പറയാൻ? ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊരു സ്കിൻ കണ്ടീഷൻ അല്ലേ? അതെ അതെ അതെ. ഓക്കെ, സ്കെയിലി സോ സ്കിൻ യു അല്ലെ റെഡ് ഇൻഫ്ലമേറ്ററി പാച്ചസ്. ഓക്കെ, ഞാൻ സോ ഗൂഗിൾ ചെയ്തപ്പോ കണ്ടതാ. ഓക്കെ, സോ അത് നമുക്ക് അങ്ങനെ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഓൺലി ഫോർ ഗട്ട് ഹെൽത്ത് കാരണം മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഹാവിങ് ഗുഡ് ന്യൂട്രിഷൻ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. തിങ്സ് ലൈക്ക് ഹാവിങ് ഗുഡ് omega-3, തിങ്സ് ലൈക്ക് ഫ്ലാക്സ് സീഡ്സ്, സാൽമൺസ് ആൻഡ് ഓൾ. പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഈസ് മോർ ടു ഡു വിത്ത് എന്താ പറയുക, സ്കാൽപ്പ് റിലേറ്റഡ് issues also. I haven't treated any clients specifically to that. പക്ഷേ ഇതെല്ലാം ഈ സോറിയാസിസ് ഫാമിലിയിൽ വരുന്ന ഒരു ഇതാണ്. സ്കാൽപ്പിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ യു ഷുഡ് ഗോ ഫോർ ആൻറ്റി ഫംഗൽ ഷാംപൂസ് ആൻഡ് ഓൾ. അഗൈൻ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഫോർ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ്. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗുഡ് ന്യൂട്രിഷൻ ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ്, ലൈക്ക് കോളജൻ, omega-3, സിങ്ക്, which is like pumpkin seeds ൽ ഒത്തിരി സിങ്ക് ഉണ്ട്, ബി കോംപ്ലെക്സ് വിറ്റമിൻസ്, പ്രോബയോട്ടിക്സ്, ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. ഈവൻ stress can contribute to skin related issues, so definitely manage stress. Cortisol spikes ഒത്തിരി ഉണ്ടെങ്കിൽ it actually affects your skin also. So I recommend that, and even stress managing techniques like meditation and all can help. But if it is really high, definitely go for a medical checkup and have appropriate medicine. അതെ, Is that ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓസ്ട്രേലിയയില് റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡ് ഏതാണ്? ഈ പ്രോബയോട്ടിക് ഒക്കെ വാങ്ങാൻ എല്ലാ സാധനങ്ങളും ഏത് ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഒത്തിരി ഉണ്ട് അങ്ങനെ. ഞാൻ ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ കെമിസ്റ്റ് ഷോപ്പിൽ പോവുകയാണെങ്കിൽ ദർ ആർ ലോട്ട്സ് ഓഫ് വെരി ഗുഡ് ബ്രാൻഡ്സ് ലൈക്ക് നേച്ചേഴ്സ് വേ, ഒത്തിരി ഉണ്ട്. ഈവൻ ഐ ഫർഗെറ്റ് ദ നെയിംസ്. I don't know if Binu has told, I personally am a distributor of Herbalife Nutrition, and I only have Herbalife Nutrition brands, but everybody has their own choices. So ഞാൻ Herbalife Nutrition 2017 തൊട്ട് ചെയ്യാണ്. The simple reason is it is most natural and it is herbal. അതിനധികം അഡിറ്റീവ്സ് ഒന്നുമില്ല, and it is globally available. So for example, if I'm traveling to the US or Canada or India, എല്ലാ സ്ഥലത്തും സെയിം ബ്രാൻഡ് അവൈലബിൾ ആണ് with the same quality. So I don't like to change brands much, so it helps me. I don't have any എന്താ പറയുക, I don't have to think about side effects. So I go for all my supplements are Herbalife Nutrition. പക്ഷേ ഓസ്ട്രേലിയയിൽ ഞാൻ ഇഫ് യു വാണ്ട് ടു ഗോ ഫോർ കെമിസ്റ്റ് ഷോപ്പ് ഒത്തിരി ഉണ്ട്. Swiss brands are also good. Wagner's is now very popular these days, and even Nature's Way, that is also good. So if you want any personal suggestions, we can definitely come chat offline. I'll help you. സെബാസ്റ്റിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. സെബാസ്റ്റ്യൻ. ഞാൻ ഒരു കാര്യം ഞാൻ ഈ ഈന്തപ്പഴം ഒരുപാട് തിന്നുന്ന ആളാണ്. നട്ട്സ് കുറച്ചധികം തിന്നും. അപ്പൊ ഈ ഈന്തപ്പഴത്തിന്റെ പാക്കറ്റ് എഴുതണേ 1 in 5 എന്നാ എഴുതണം. ഒരു ദിവസം തിന്നതിന്റെ 5-1 കണ്ട് അതിലുണ്ടെന്നാ പറഞ്ഞു. പക്ഷെ എനിക്കൊരു സംശയം, ഇത് 195 എന്താണ്? സോറി, ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അതായത് ഈ യൂറോപ്പിലെ ഫുഡ് പാക്കറ്റുകളും ഇങ്ങനെ 1 of 5 ഡെയിലി ഇൻടേക്ക് എന്നൊക്കെ ചോദിക്കും. അതായത് 1 of 5 a day എന്ന് വെച്ചാൽ ഒരു ദിവസം തിന്നണ 5 കാര്യങ്ങളിൽ ഒന്നാണ് നട്ട്സ് എന്നും കണ്ട എഴുതി വെച്ചാണ്. അതങ്ങനെ ഇവിടെ സ്ഥിരം എഴുതി വെക്കുന്ന പരിപാടി ഉണ്ട്. എല്ലാത്തിന്റെ മുകളിലും അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കണേ, ഇത് 1 of ഞാൻ പക്ഷെ അത് കുറച്ച് വോള്യത്തിൽ കഴിക്കും. അപ്പൊ ഈ നട്ട്സ് ഒരുപാട് തിന്നോണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ? വല്ല ഷുഗർ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ അറിയാം അല്ലേ? സോ ഞാൻ അത് നേരത്തെ പറഞ്ഞ മാതിരി അധികമായാൽ അമൃതും വിഷം. ഓക്കെ, ഈവൻ ഹെൽത്തി ഫുഡ് ടു മച്ച് കഴിക്കുകയാണെങ്കിൽ അതും വിഷമാണ്. സോ യെസ്, നട്ട്സ് ആർ വെരി ഗുഡ്, ഹൈ പ്രോട്ടീൻ. പക്ഷെ അതിനകത്ത് ഒത്തിരി കൊളസ്ട്രോൾ ഉണ്ട്, ഒത്തിരി ഫാറ്റ് ഉണ്ട്. സോ അത് ഒത്തിരി കഴിക്കാൻ പാടില്ല. ഓൺലി ലിറ്റിൽ ബിറ്റ്. ഞാൻ പേഴ്സണലി ആൽമണ്ട്സ് ഞാൻ കഴിക്കാറുണ്ട് ദിവസം. പക്ഷെ ഞാൻ കൗണ്ട് ചെയ്ത് 8 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണമേ കഴിക്കത്തുള്ളൂ. ചിലരെന്ത് ചെയ്യുന്ന അറിയാം, ഒരു പാക്കറ്റ് നിറച്ച് ഒരു ബൗളിൽ വയ്ക്കും. നട്ട്സ്, ആൽമണ്ട്സ് ആർ വെരി ഹെൽത്തി. ഒരു ബൗൾ നിറച്ച് വാൾനട്ട്സ് ആൻഡ് ആൽമണ്ട്സ് ഇട്ടിട്ട് കഴിക്കുന്ന കാണാം. ഈവൻ ഓഫീസിൽ പോലും ദേ ജസ്റ്റ് ഈറ്റ്.
But sometimes people don't like too much advice, but I know, yes, it is very nutritious, high dense calories. They are trying to lose weight, അത് കാരണം അവർ ഹെൽത്തി എന്ന് പറഞ്ഞ് കഴിക്കുക, പക്ഷെ അത് ഫുൾ ഓഫ് ഹൈ പൊട്ടൻറ്റ് കൊളസ്ട്രോൾ, ഫാറ്റ്, and too much of nutrition is also toxic to our body. So yes, everything in moderation, that is very important. ഓക്കെ, ഒരു കാര്യം നേരത്തെ പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു, അത് പലരും പറഞ്ഞിട്ടുണ്ട് 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പ് ഡിന്നർ അവസാനിപ്പിക്കണം. പിന്നെ ചില ആളുകൾ പറഞ്ഞ ഈ കാലത്ത് വൈകി കഴിക്കണം. അപ്പോ ആ അവസാനിപ്പിച്ച സമയം തൊട്ട് 7 മണിക്കാണ് ഡിന്നർ അവസാനിപ്പിച്ച 7 to 7 മോർണിംഗ് അല്ലെങ്കിൽ 7 to 12 മോർണിംഗ് ആ ഭക്ഷണം കഴിക്കാത്ത ആ പീരീഡ് മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുടവയറുണ്ടാവില്ല അല്ലെങ്കിൽ വണ്ണം കുറയുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉള്ളതാണോ? അതായത് That ഇടയ്ക്ക് depends. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയുന്നത് നല്ലതാണോ? ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ആൻസറിൽ വരുന്നതാണ്, പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ പേർപ്പസ് എന്താണ്, അതിനെ ഉദ്ദേശിച്ചിരിക്കും നമ്മുടെ റിസൾട്ട്. സോ ഒരു വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി അഥവാ അവർ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ യെസ്, ഒരു ലോങ് വിൻഡോ ഓഫ് എന്താ പറയുക ഫാസ്റ്റിംഗ് ഇസ് ഗുഡ് ഫോർ ദം. പക്ഷേ അതും ഒരു ചെറിയ സമയത്തേക്ക് മാത്രം. 1 മാസം 2 മാസം ഇച്ചിരി ഒരു 4-5 കിലോ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇസ് നോട്ട് എ ബാഡ് ഐഡിയ. അത് കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കും, സെൽഫ് കൺട്രോൾ, ഡിസിപ്ലിൻ, ഇതെല്ലാം പഠിക്കും. ബിക്കോസ് അത്രയും സമയം നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സെൽഫ് കൺട്രോൾ, ഇത് കഴിക്കാൻ പാടില്ല. പക്ഷെ അത് ഒത്തിരി ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ മെറ്റബോളിസം റെഡ്യൂസ് ആവും. പക്ഷെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലോങ് റണ്ണിൽ നിങ്ങൾ ഇച്ചിരി ഇതേ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവത്തില്ല. നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ലോസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വുഡ് നോ ദിസ്. ഒരു 4-5 കിലോ ആദ്യം നിങ്ങൾക്ക് ഈസിലി കുറയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാറ്റോ എത്തും, വെയിറ്റ് കുറയത്തില്ല. ദ റീസൺ ബീങ് you are starving your body is adjusted to the fact that you are not going to feed, say, breakfast or dinner. അപ്പോൾ ബോഡി എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രിസർവ് ചെയ്യും എനർജി, എന്നിട്ട് അതിനെ പതിയെ യൂസ് ചെയ്യും. സോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ നോർമൽ ഫുഡ് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് മുഴുവനും ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും ബോഡിയിൽ. സോ ആസ് ഐ വാസ് സെയിങ്, ദർ ഈസ് നോ ഫോർമുല ദാറ്റ് ഈസ് ദ വിൻ ഫോർമുല. യെസ്, വെയിറ്റ് ലോസ് ആണെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വിത്ത് ലോങ് ഫാസ്റ്റിംഗ് വിൻഡോ, no problem at all. It is really good. It will help in creating good habits. ചെറിയ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് സ്നാക്സ് കഴിക്കാനുള്ള സമയം ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ 10-11 മണിക്ക് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുറയ്ക്കാനുള്ള സമയമില്ലല്ലോ, പിന്നെ ലഞ്ചിന് ഉള്ള സമയമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്നാക്സ് ഒഴിവാക്കുന്നു, ആ ഡിസിപ്ലിൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അത് കാരണം നമ്മളെ കാലറി കുറയുന്നു, വെയിറ്റ് ലോസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷേ ഇത് 1 മാസം 2 മാസം മാക്സിമം. അത് കഴിഞ്ഞിട്ട് യു ഷുഡ് ഡെഫിനറ്റ്ലി ബ്രേക്ക് ദാറ്റ് പാറ്റേൺ. ഈറ്റ് നോർമലി ബട്ട് ഡോണ്ട് ഓവർ ഇൻഡൾജ്. ഈറ്റ് ലൈക്ക് എ നോർമൽ, എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ 9 മണിക്ക് കഴിക്കാൻ ശീലിക്കണം. എന്നാലേ ബോഡിക്ക് അത് മെറ്റബോളിസം ഒന്ന് നോർമൽ ആക്കാനുള്ള സമയം കിട്ടത്തുള്ളൂ. I hope that answers the question. ഓക്കെ, താങ്ക് യു. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നമ്മൾ ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ചെയ്യുന്നതാണോ നമുക്ക് ഡേ ലൈറ്റ് കൊള്ളുന്നതാണോ നല്ലത്? അത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾക്ക് എത്രത്തോളം വൈറ്റമിൻ ഡി ലെവൽ കുറവാണ്. നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ലെവൽ കുറവല്ലെങ്കിൽ യു ഡോണ്ട് നീഡ് ടു സപ്ലിമെൻറ്റ് യുവർ സെൽഫ്. നല്ല ഏർലി മോർണിംഗ് സണ്ണോ ഈവനിങ് സന്ധ്യാസമയത്ത് സൂര്യപ്രകാശം ഇസ് മോർ ദാൻ ഇനഫ്. ആൻഡ് ഈവൻ ഹാവിങ് ഗുഡ് എന്താ പറയുക എഗ്സ് ഇതുപോലത്തതൊക്കെ കഴിച്ചാൽ മതി. യു ഡോണ്ട് നീഡ് ടു ഗോ ഫോർ സപ്ലിമെൻറ്റേഷൻ. Only if you have drastic level of low vitamin D, definitely boost it. Otherwise, because it's really important, bone strengthening, immunity എല്ലാം വൈറ്റമിൻ ഡി ആവശ്യമാണ്. ഇൻഫാക്ട് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നമ്മുടെ കാൽസ്യം പോലും നമ്മുടെ ബോഡിയിൽ കുറവായിരിക്കും. സോ സംബഡി ഹു ഇസ് ഗോട്ട് ലോ വൈറ്റമിൻ ഡി, അവർക്ക് മുട്ടുവേദനയൊക്കെ ഉണ്ടാവും. they don't need to check calcium absorption ബോഡിയിൽ വരുന്നില്ല. സോ വൈറ്റമിൻ ഡി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് vitamin. If you have low quantity of it, you should definitely supplement it, because അത് കുറവാണെങ്കിൽ നമ്മുടെ കാൽസ്യം ഇൻടേക്ക് കുറവായിരിക്കും.
കാൽസ്യം അബ്സോർപ്ഷൻ കുറവായിരിക്കും. കാൽസ്യം കുറവാണെങ്കിൽ ഇറ്റ് ഈവൻ അഫക്ട്സ് യുവർ ഹാർട്ട് ഹെൽത്ത്. സോ ഹാർട്ട് ഹെൽത്തിന് ഡു യു നോ ദാറ്റ് കാൽസ്യം ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ മസിൽസ്? ആൾക്കാർ വിചാരിക്കുന്ന കാൽസ്യം കുറവാണെങ്കിൽ എനിക്ക് ബോണിന് പ്രശ്നം ഉണ്ടാവും, മുട്ടുവേദന ഉണ്ടാവും. പക്ഷേ അല്ല, calcium is important for your muscles also. Even your heart has muscles. So heart attack can also happen if you are low in vitamin D. Why? Because ബോഡിയിൽ കാൽസ്യം അബ്സോർപ്ഷൻ ഉണ്ടാകുന്നില്ല. ഈവൻ മെഗ്നീഷ്യമിൻ്റെ അളവും കുറയുന്നു. സോ ഗെറ്റ് യുവർ സെൽഫ് ടെസ്റ്റഡ്. ഇഫ് യു ആർ low in vitamin D, definitely supplement yourself with vitamin D, which also has K2 in it, because that's a very good combination. പിന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ കെഫീൻ ഇൻടേക്ക് കുറയ്ക്കുക. കാരണം അബ്സോർപ്ഷൻ നന്നായിട്ട് വരത്തില്ല വൈറ്റമിൻ ഡിയുടെ. സോ ഇഫ് യു ഡോണ്ട് ഹാവ് കോഫി അറ്റ് ദ സെയിം ടൈം വെൻ യു ആർ ഹാവിങ് വൈറ്റമിൻ ഡി. ഡസ് ദാറ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻ? അതേപോലെ തന്നെ എന്നോടൊരു പീഡിയാട്രിക് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് പറഞ്ഞത്, നിങ്ങൾ വൈറ്റമിൻ ഡി കൃത്യമായി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി സംസാരിക്കുന്ന കോൺവെർസേഷൻ 9 AM വരേക്കും, അത് കഴിഞ്ഞിട്ട് ലേറ്റ് ഈവനിങ് ആണ്. ബട്ട് ആക്ച്വലി ദ പോസിബിൾ വേ എന്ന് പറയുന്നത് കുറച്ച് സമയം കൊള്ളുക. അതൊരു 11 AM to 3 PM ആണ് ദ ബെസ്റ്റ് ടൈം ഫോർ ഗെറ്റിംഗ് വൈറ്റമിൻ ഡി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ദാറ്റ് ഡിപ്പെൻസ്. അതിൽ ഇതുണ്ടാവും, പക്ഷേ ഇറ്റ് ഡിപ്പെൻസ്. ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് റെക്കമെൻഡ് ഇറ്റ്. കാരണം ഓസ്ട്രേലിയൻസിന് അറിയാം ഇവിടുത്തെ ഓസോൺ ലെയർ ഇല്ല ഞങ്ങൾക്ക്. സോ ഇറ്റ് ക്യാൻ കോസ് ക്യാൻസർ കോസിങ് എഫക്ട്സ് ടു അവർ സ്കിൻ. ഇഫ് യു ആർ ഇൻ ഇന്ത്യ, ഗോ ഫോർ ഇറ്റ്. പക്ഷേ ഇക്കാലത്ത് ആർക്കാ സമയമുള്ള ഇത്രയും നേരം പുറത്തിരുന്ന് സണ്ണ് കൊള്ളുക എന്ന് പറയുന്നത് ഡെയിലി? ഞാൻ എപ്പോഴും ഒരു പ്രാക്ടിക്കാലിറ്റിയിലോട്ടാണ് ചിന്തിക്കുന്നത്. ഇഫ് യു ക്യാൻ ഗോ ആൻഡ് ഡു ഇറ്റ് പ്രാക്ടിക്കലി, why not go for it? If you can't, just go for a supplement, because you don't want any other side effects. If you are of a certain age, നിങ്ങൾക്ക് vitamin D ഒത്തിരി കുറവാണെങ്കിൽ I would recommend go for it. It's not harmful to have a supplement. It will help you to boost your vitamin D and your calcium and vitamin K2. I would recommend go for it. ഒരു മാസം ആ സപ്ലിമെന്റ് കഴിച്ച് നമ്മൾ നോർമൽ ലെവലിലായിട്ട് പിന്നെ വേണമെങ്കിൽ നമ്മൾ സൺലൈറ്റ് കൊള്ളുകയും ഇതെല്ലാം ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ ഈ ആംബർ ക്യാപ്സൂളുകളാണ് വൈറ്റമിൻ ഡി നമുക്ക് ഇപ്പം ഇൻ കേസ് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് ശരീരത്തിന് ലഭ്യമാകുന്ന തരത്തിൽ വരുന്നത് ഈ ആംബർ പാക്ഡ് ക്യാപ്സൂളുകളാണ് എന്ന് കേട്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? I don't think there is any other thing. So if it is a good brand of vitamin D capsules, they know how to market it. I don't think there is any. I haven't read anything about it, but of course that depends on the brand. I would just go for a good brand. They will know how to package it. ഞാനൊരു ക്ലയൻറ്റിനോട് ഇങ്ങനത്തെ ക്യാപ്സ്യൂൾ ഉള്ളത് മാത്രം മേടിക്കണം എന്ന് ഞാൻ ഇതേവരെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. There are so many very good brands available in the market. As long as they are really good brand, tested brands, certified brands, you can go for it. ഓക്കെ, താങ്ക് യു. അതേപോലെ തന്നെ ഈ പ്രോബയോട്ടിക്കിൽ ലാക്ടോബാസിലസ് റാമിനസ് ജി ജി ആണ് ബെറ്റർ, അതോ അങ്ങനെ ഏതെങ്കിലും ഒരു ബെറ്റർ ചോയ്സ് പറയാനുണ്ടോ? ലാക്ടോബാസിലസ് റാമിനസ് ജി ജി ഞാൻ ഒരുപാട് സ്റ്റഡീഡായിട്ട് കേട്ടിരിക്കുന്നു. അപ്പം ഈവൻ നമ്മളുടെ പല റെപ്സ്യൂൾസിനകത്തിലൊക്കെ അവർ ആഡ് ചെയ്തിരിക്കുന്നത് ലാക്ടോബാസിലസ് റാമിനസ് ജി ജി ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി ഐ ലൈക്ക് ടു കീപ്പ് ഇറ്റ് സിമ്പിൾ. ഇൻഫാക്ട് ഞാനൊരു സിമ്പിൾ കമ്പാരിസൺ പറയുകയാണെങ്കിൽ, ഒരു സാധാരണ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്തോ ന്യൂട്രീഷ്യൻ്റെ അടുത്തോ പോവുകയാണെങ്കിൽ, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ പോവുകയാണെങ്കിൽ, അവർ കാലറി കൗണ്ട് ചെയ്ത് ആ വ്യക്തിക്ക് ഫുൾ ഡയറ്റ് ചാർട്ട് കൊടുക്കും. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇറ്റ്സ് എ കോമൺ പ്രാക്ടീസ്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഒരു വ്യക്തി എത്ര മോട്ടിവേറ്റഡ് ആണെങ്കിലും വെയിറ്റ് ലോസിന്, ഒരു ന്യൂട്രീഷന് ഇത്രയും കാശ് കൊടുത്ത്, ഇത്രയും ഡയറ്റീഷ്യൻ ഇത്രയും കാശ് കൊടുത്ത് പോയിട്ടുണ്ടെങ്കിലും, ആദ്യത്തെ ഒരു മാക്സിമം ഒരു മാസം കാലറി കൗണ്ട് ചെയ്ത് അളന്ന് ഭക്ഷണങ്ങളൊക്കെ ഇന്നത് മാത്രം അവർക്ക് വേണ്ടിയിട്ട് പെർട്ടിക്കുലറായിട്ട് ഇതൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. പക്ഷെ അത് കഴിയുമ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല. സോ ഐ പേഴ്സണലി never recommend certain things. I always say go for a good brand, go for an everyday this thing, just to keep it simple. അതെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി.
ചിലരില്ലേ ഈ ഡെയിലി മാക്കേഴ്സിന്റെ ബർഗർ കഴിക്കും. അത് കഴിക്കുമ്പോൾ ദേ ഡോണ്ട് ചെക്ക് ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട്, ട്രാൻസ് ഫാറ്റ്സ് ഉണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചെക്ക് നോക്കാറില്ല. പക്ഷെ ഈ സപ്ലിമെന്റ്സ് വരുമ്പോൾ ഇത് കഴിച്ചാൽ സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സോ വാട്ട് വി നീഡ് ടു ഇൻസ്റ്റഡ് ഡൂസ് ഡെയിലി ഹാബിറ്റ്സിലുള്ള നമ്മുടെ ഗുഡ് ഹാബിറ്റ്സിനെ ആദ്യം ഉൾക്കൊള്ളിക്കുക. എന്നിട്ട് ഗോ ഫോർ എ റിയലി ഗുഡ് ബ്രാൻഡ് ബിക്കോസ് ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ. അൺലെസ് നമുക്ക് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ then as I told you IBS symptoms or ഇങ്ങനെ gut health issues ഉണ്ടെങ്കിൽ then we have to focus on certain high content of certain nutrients in the supplements. അങ്ങനെ വരുമ്പോൾ അത് കസ്റ്റമൈസ്ഡ് ആൻഡ് പേഴ്സണലൈസ്ഡ് മീൽ പ്ലാൻ സപ്ലിമെന്റ് പ്ലാൻ ആവും. സോ ഇപ്പം നമ്മൾ ഈ വേദി നമ്മളൊരു ജനറിക് ഇതായിട്ട് വെക്കുന്ന കാരണം ഞാൻ അതിലോട്ട് പോകുന്നില്ല. സോ ഐ ജസ്റ്റ് റെക്കമെൻഡ് a daily probiotic supplement that is really good brand, tested brand. Does ഓക്കെ, that make sense? നമ്മുടെ ഡയറ്റിൽ ദാറ്റ്സ് കറക്റ്റ്, താങ്ക്സ് ഫോർ ദാറ്റ്. നമ്മുടെ ഡയറ്റിൽ പാമലിൻ ഓയിൽ ആഡ് ചെയ്യുന്നത് നമ്മളുടെ മറ്റ് ന്യൂട്രിയൻസിന്റെ ഡൈജഷനെ ബാധിക്കും എന്ന രീതിയിൽ കേട്ടിരിക്കുന്നു. എന്താ ആഡ് ചെയ്യുന്ന? സോറി, നിങ്ങളുടെ വോയിസ് ബ്രേക്ക് ആവുന്നത്. പാമലിൻ ഓയിൽ. Amylin. പാമലിൻ ഓയിൽ. Pamolin oil. Okay. Yes. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കാൽസ്യം ഡൈജഷനെയൊക്കെ അതായത് കാൽസ്യം പാമിറ്റേറ്റ് ഉണ്ടായിട്ട് പിന്നെ സ്റ്റൂൾ പിന്നെ ഭയങ്കര പിന്നെ ഹാർഡായിട്ട് കാൽസ്യം പാമിറ്റേറ്റ് വന്നിട്ട് നമ്മളുടെ ഡ്രൈനെസ്, നമ്മുടെ പിന്നെ ഇൻറ്റസ്റ്റൈൻ, പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഡ്രൈനെസ് വരുന്നു. വാട്ടറെല്ലാം വലിച്ചെടുത്തിട്ട് സോപ്പി സ്റ്റൂൾസ് എന്ന് പറയുക. അപ്പോൾ ഹാർഡർ സ്റ്റൂൾസായി കോൺസ്റ്റിപ്പേഷനിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ട്? അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ പാമലിൻ ഓയിലുള്ള ഭക്ഷണം നമ്മൾ സ്പെസിഫിക്കലി ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾ ഓയിലുള്ളത് മാത്രം സ്പെസിഫിക്കലി ചൂസ് ചെയ്യുന്നതായിരിക്കുമോ ഒരു ഹെൽത്തി ഡയറ്റിൻ്റെ പോസിബിലിറ്റി? Okay, നിങ്ങൾ ഉദ്ദേശിച്ച പാൽമോലിൻ ഓയിൽ ആണല്ലേ? Okay, I didn't get it earlier. Okay, in the oil family, I highly recommend avoiding palmolene oil, even vegetable oil. Always try to go for കേരളത്തിലാണെങ്കിൽ coconut oil is the best. Otherwise, go for olive oil if you can, or even avocado oil is really good. Even ghee is good, but palmolene oil is actually refined palm oil. It can affect calcium absorption, so it's not good for main cooking on a long term. So I would recommend not going for it because it has very high saturated fat and another vitamin D illa adhigam. So I would recommend not going for it at all. ഓക്കെ, താങ്ക് യു. നമ്മൾ ഹാവിങ് ടീ ടുഗെദർ വിത്ത് ഫുഡ്, ഇപ്പം നമുക്ക് നോർമലി മലയാളികളുടെ ഒരു പ്രത്യേക ഭക്ഷണ ഹാബിറ്റാണ് ടീ കുടിച്ചിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഈ ടീയിലുള്ള എന്തെങ്കിലും എലമെന്റുകൾ നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസിനെ പ്രിവെന്റ് ചെയ്യുന്നതായി കാണുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അറിയാമോ? നമ്മുടെ നാട്ടിലെ ചായ ആണോ പറയുന്നത് അതോ ഗ്രീൻ ടീ ആണോ പറയുന്നത്? I would recommend ചായയോ കോഫിയോ ഫുഡിനൊപ്പം കഴിക്കാണ്ട്. ഐ നോ നമ്മുടെ ഒരു ഹാബിറ്റ് ആണെന്നുള്ളത്, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പ് വിട്ടിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. യെസ്, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് അത് ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻസിനെ ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒത്തിരി ന്യൂട്രിയൻസ് കഫീൻ കാരണം അബ്സോർപ്ഷൻ കുറയും. ഇപ്പം നമ്മൾ പച്ച മലക്കറികൾ, ഫോർ എക്സാമ്പിൾ സ്പിനച്ച്, മുരിങ്ങയിലൊക്കെ ഉള്ള ഒരു ഇത് കഴിക്കുകയാണെങ്കിൽ അയൺ അബ്സോർപ്ഷനെ കുറയ്ക്കുന്നു. So even vitamin D absorption caffeine കാരണം കുറയുന്നു. vitamin B12, okay, ഇങ്ങനത്തെ കുറേ വിറ്റമിൻസ് കഫീൻ ടീയോ അതോ ഉള്ള ഫുഡ്, ഐ മീൻ ഇഫ് യു ആർ ഹാവിങ് ടീ ഓർ കോഫി അലോങ് വിത്ത് ഫുഡ്, ന്യൂട്രിയൻ അബ്സോർപ്ഷനെ ബാധിക്കുന്നു. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതൊരു ഹാബിറ്റ് ആണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കുടിക്കുന്നതായിരിക്കും ബെറ്റർ. What's the difference between a dietitian and a nutrition? Okay, that's a very good question. So all dietitians are nutritionists. Not all nutritionists are dietitians. The reason being, dietitians have, so in Australia, നോക്കുകയാണെങ്കിൽ dietitian qualification is a medical degree for people who have medical conditions. So for example, diabetes, high BP, കൊളസ്ട്രോൾ, ഹാർട്ട് കണ്ടീഷൻസ് ഉള്ള ഒരാൾക്ക് പ്രോപ്പർ ഡയറ്റ് പ്ലാൻ എഴുതണമെങ്കിൽ you should go for a dietitian and not a nutritionist, because they go through the training to for these kind of medically diagnosed people's diet plan.
So that means they can also do non-medical conditioned people, regular peoples, and hence why all dietitians can be nutritionists also. Whereas a nutrition is a Cert 4 or a degree qualified Cert 4, and this is in Australia. Australia nutritionists എന്ന് പറയുന്നത് Cert 4 സർട്ടിഫിക്കറ്റും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും സെയിം ഇക്വിവാലന്റ് വാല്യൂ ആണ്. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ന്യൂട്രീഷൻ കൗൺസിൽ ഓഫ് ഓസ്ട്രേലിയ. അവർക്ക് നോർമലി ഒരു മെഡിക്കൽ കണ്ടീഷൻ ഇല്ലാത്ത ആൾക്ക് ഫുൾ റൈറ്റ്സോടുകൂടി ന്യൂട്രീഷൻ പ്ലാൻ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. സോ ഇഫ് യു ആർ a person who's has a tendency towards sugar and who want to make sure ഡയബറ്റീസ് വരാതെയും കൊളസ്ട്രോൾ വരാതെയും ബോർഡർ ലൈനിൽ എത്തുവാണ്, നിങ്ങൾക്ക് അത് നിയന്ത്രിച്ച് ഒരു നല്ല ഹെൽത്ത് പ്ലാനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ന്യൂട്രീഷൻ. But you are already having diabetes engil we recommend you to go for a dietitian because they are the right people who are qualified for it. But in India ഇത് interchangeable ആണ്. I do not want to say something I'm not sure. അത് നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ you can share that knowledge. I am not very sure how it is. തീർച്ചയായും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണാൻ ഒക്കൂ, അത് ത്രൂ GP റെഫറൽ മാത്രമേ ഒക്കൂ? ഇല്ല, in Australia you can directly approach a nutritionist. Whereas dietitians have gap cover. That means if you want Medicare cover, then you need to go for a dietitian because they are Medicare covered. Some dietitians will completely have a gap cover. You don't have to pay anything from the pocket, whereas some you pay a little bit. Whereas nutritionists are not gap covered. You don't have to go through medical fraternity. You can directly approach a nutritionist. And as I said, നിങ്ങൾക്ക് വേറെ high medical conditions ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ you can directly approach a nutritionist. താങ്ക് യു. ഓക്കെ. ജോണിച്ച താങ്ക് യു. മറ്റുള്ളവരോടൊന്ന് ചോദിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ. ജോഷ് ബ്രദർ ഉണ്ട്. ജോഷ് ബ്രദർ ചോദിക്കുന്നുണ്ടോ? ഇല്ല. തോമച്ചൻ. ജോഷ് ബ്രദർ. ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത്, ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത്. ഞങ്ങൾ ഇവിടെ ഞാൻ നോക്കിയിട്ട് ഒരു പ്രശ്നം ഓവർ ഈറ്റിംഗ് ആണ്. കുറേ ഭക്ഷണം കഴിക്കും, കുറെ കപ്പ, കുറെ ചോറ്, വെജിറ്റബിൾ ഞങ്ങൾ കഴിക്കും, വെയിലെല്ലാം കൊള്ളും. അതിന് ഈ കുറെ ഓവർ ഫുഡ് ന്യൂട്രീഷന്റെ അബ്സോർപ്ഷനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഓവർ ഫുഡ് ന്യൂട്രീഷൻ്റെ അബ്സോർപ്ഷനെ തള്ളത്തൊന്നുമില്ല. പക്ഷെ ഓവറായിട്ട് ന്യൂട്രിയൻസ് കഴിച്ചാലും അത് നമ്മുടെ ബോഡിക്ക് അതൊരു ടോക്സിസിറ്റി ഉണ്ടാവുമല്ലോ. നിങ്ങൾ അതിനെ എങ്ങനെയാണ് ബേൺ ചെയ്ത് കളയുന്നത് അതിനെ പുറത്തിരിക്കും. ഇഫ് യു ആർ നിങ്ങൾ നല്ല ആക്റ്റീവ് പേഴ്സൺ ആണ്, നിങ്ങൾ ഒത്തിരി കൃഷി ചെയ്യുന്നു, ഓർ നിങ്ങൾ ഒത്തിരി നിങ്ങളുടെ ഡെയിലി ജീവിതശൈലിയിൽ നിങ്ങൾ ഒത്തിരി ആക്റ്റീവ് ആണ്, മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. നിങ്ങൾ അത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്രയും ബേൺ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റബോളിസം ഉണ്ട്. ഓഫ് കോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് നിങ്ങൾ എത്രത്തോളം അതിനെ ബേൺ ചെയ്യുന്നു അതുപോലെ ഇരിക്കും. അത് കാരണം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇഫ് ഇറ്റ്സ് എ ഗുഡ് ഫുഡ്, അത് ഫ്രൈഡ് ഫുഡ് അല്ലാണ്ടിരിക്കണം, ജങ്ക് ഫുഡ് അല്ലാണ്ടിരിക്കണം, അത്രയേ ഉള്ളൂ. നാച്ചുറൽ ഫുഡ് ആണെങ്കിൽ ഇഫ് യു ആർ വെരി ആക്റ്റീവ് ഇറ്റ് ഈസ് ഓക്കെ. ഈ പറഞ്ഞ മാതിരി കാർബ്സ് കഴിയുന്നതും 30% 30% ആയിരിക്കണം, അതായിരിക്കും നല്ലത്. കാരണം അത് ലോങ് ടേമിൽ പോയി അതാണ് നമ്മളെ ഈ വയറ് ചാടിക്കുന്നതും. വയറ് ചാടുന്നവർക്കാണ് കൂടുതൽ ഹാർട്ട് കണ്ടീഷൻസ് ഉണ്ടാവുന്നതും. സോ നമ്മുടെ അതിനെ വിസെറൽ ഫാറ്റ് എന്ന് പറയും. ഈ ഫാറ്റ് ചിലർ ഈ ജസ്റ്റ് ബീങ് ഫാറ്റ് എന്ന് പറയുന്നതല്ല നമ്മൾ അൺഹെൽത്തി ആക്കുന്നത്. ഫാറ്റ് എവിടെയാണ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആവുന്നത് അതാണ് നമ്മളെ ബാധിക്കുന്നത്. എസ്പെഷ്യലി ആണുങ്ങൾക്ക് മെജോറിറ്റി ഓഫ് ദ ടൈം ഫാറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദെയർ ബെല്ലി. ദാറ്റ് ഈസ് കോൾഡ് വിസെറൽ ഫാറ്റ്. ആ വിസെറൽ ഫാറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് നമ്മുടെ ഹാർട്ടിനെ ബാധിക്കും. സോ നമ്മളെപ്പോഴും വിസറൽ ഫാറ്റ് അധികം ആകാതെ നോക്കണം. അതിന് നമ്മൾ കഴിയുന്നതും കാർബ്സ് കുറയ്ക്കണം, മീൻ വർഗ്ഗങ്ങൾ കൂട്ടണം, അതിൽ omega-3 കൂടുതലുണ്ട്. സോ ദാറ്റ് ഇസ് those are some common tips that I can give. And also ദിവസം കുറച്ച് വാക്കിങ്ങും ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നാൽ നമുക്ക് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ ഒന്ന് സംരക്ഷിക്കാൻ പറ്റും. ആക്ടിവിറ്റി ഇഷ്ടംപടിയുണ്ട്, പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ഒന്ന് ഡയബറ്റിക് ആണ്. എല്ലാവരും ഏകദേശം ഓൾമോസ്റ്റ് 60-70% ആൾക്കാരും ഡയബറ്റിക് ആവുകയാണ്. പിന്നെ കുറേ ക്യാൻസറസ് പേഴ്സൺ ഉണ്ട്. ഇത് രണ്ട് ന്യൂട്രീഷനായിട്ട് ബന്ധമുണ്ടോ? ലാസ്റ്റിൽ എന്താ പറഞ്ഞ? സോറി, ഞാൻ ക്യാൻസർ പേഷ്യന്റ് കുറേ ഉണ്ട്. 20% ഒക്കെ ക്യാൻസർ കാരണം മരിക്കുകയാണ്.
ഉം. അത് ഈ നമ്മൾ കഴിക്കുന്ന ഈ ദിവസം ഫുഡില് ഈ അഡിക്റ്റീവ്സ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോസസ്ഡ് ഫുഡാണ് കഴിക്കുന്നത്. ഓർ ഈവൻ നാട്ടിൽ നമ്മൾ ഈ പാക്കറ്റഡ് ചിപ്സ് കിട്ടത്തില്ലേ, ഈവൻ ഈ നേന്ത്രപ്പഴത്തിൻ്റെ ചിപ്സ് കിട്ടുമ്പോൾ ഈ ഷോപ്സിലൊക്കെ ആ സെയിം ഓയിലിൽ തന്നെ പിന്നെയും പിന്നെയും വറുത്താണ് അവർ തരുന്നത്. സോ അത് ഫുള്ളി അതിൽ ടോക്സിൻസ് ആണ്. സോ നമ്മൾ എങ്ങനെയാണ് ഈ cancer causing elements can come from different ways. One is processed packaged food, even bakery items and everything. പിന്നെ ഈ ദിവസം കഴിക്കുന്ന ജീവിതശൈലിയിൽ തന്നെ നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെ നാച്ചുറൽ ആണെന്ന്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ പാൽമോളിൻ ഓയിൽ ഇതെല്ലാം ഹൈലി റിഫൈൻഡ് ഓയിൽസ് ആണ്. ഇതെല്ലാം അതിൻ്റെ റീസൺ ആണ്. ഫ്രൈഡ് ഫുഡ് നമ്മൾ കുറയ്ക്കണം, ജങ്ക് ഫുഡ് പ്രോസസ് ഫുഡ് നമ്മൾ കുറയ്ക്കുക, ഷുഗർ കുറയ്ക്കുക, കാർബ്സ് കഴിക്കണം പക്ഷേ 30% മാത്രം. ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഈ ഒരു ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഈവൻ ഡയബറ്റീസ് വരെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ കം ടു എ പോയിന്റ് ഇഫ് യു ഈറ്റ് ഹെൽത്തി നമുക്ക് ഈ ടാബ്ലറ്റ്സിനെ എല്ലാം ഒഴിവാക്കാൻ പറ്റും, മിനിമൽ ആക്കാൻ പറ്റും. ആൻഡ് ഐ ഹാവ് good evidence of clients who have reversed even diseases like diabetes. They are not with any tablets by simply eating healthy and changing their lifestyle. Everything is reversible. ഓക്കെ, ഇനി ചോദിക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ? രണ്ടു തരത്തില് അലർജിയുടെ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഒത്തിരി പേർക്ക് ഗോതമ്പ് കഴിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ Yes, gluten. ഗ്ലൂട്ടോൺ ഇൻടോളറൻസ്. പിന്നെ മിൽക്കിന് അലർജി ഉള്ള കുറെ പേരുണ്ട്. അതങ്ങനെ സ്കിൻ പ്രോബ്ലം ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു മിൽക്ക് നിർത്താൻ പറയും, അല്ലെങ്കിൽ ഗോതമ്പ് നിർത്താൻ പറയുമ്പോൾ ശരിയാകുന്നുണ്ട്. ഇതും ന്യൂട്രീഷന്റെ കുഴപ്പം കൊണ്ടാണോ അതിനോട് നേരിട്ടുള്ള അലർജിയാണോ? It is also a form of nutritional. പക്ഷേ അങ്ങനെ ചിലർ പറയുന്ന ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, ഇത് എന്താ പറയുക റിച്ച് പീപ്പിൾസ് ഡിസീസ് എന്നൊക്കെ പറയും. പക്ഷെ ഇൻ ഓസ്ട്രേലിയ ഐ ഹാവ് സീൻ so many of even kids having gluten allergy, lactose allergy and all. ഒരു കാര്യം ഞാൻ പറയാം, no human being, ഒരു ഹ്യൂമൻ ബീയിങ്ങും കൗവിൻ്റെ പാല് കുടിക്കാനുള്ള ഒരു ഇതോട് കൂടിയല്ല വന്നിരിക്കുന്നത്. അത് നമുക്ക് ഹ്യൂമൻ ബീങ്സിനുള്ളതല്ല. ദാറ്റ് ഈസ് എ കൗസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കന്നുകാലിക്കുള്ളതാണ് അത് സംഭവം. സോ അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിന് പറ്റിയിട്ടുള്ളതല്ല. ചിലർക്ക് അത് എവിഡൻ്റ് ആയിട്ട് കാണിക്കും, ലാക്ടോസ് കഴിക്കുമ്പോൾ തന്നെ അത് അലർജി ആയിട്ട് കാണിക്കും. പക്ഷെ എല്ലാവർക്കും ഉണ്ട് പാസീവ്ലി ഓർ ആക്റ്റീവ്ലി ലാക്ടോസ് ഇൻടോളറൻസ്. I highly recommend every client of mine, if possible, reduce milk and milk products except yogurt, because അത് നല്ല പ്രോബയോട്ടിക്സും പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ്. പക്ഷെ കഴിയുന്നതും ഞാൻ എൻ്റെ എല്ലാ ക്ലയൻസിനോടും പറയുന്നത്, ഈവൻ ഇഫ് യു ആർ നോട്ട് ലാക്ടോസ് ഇൻടോളറൻറ്റ്, ഗോ ഫോർ വേഗൻ മിൽക്ക് ലൈക്ക് ഓട്ട് മിൽക്ക്, സോയ മിൽക്ക്. ഇത് കഴിക്കുന്നത് കാരണം ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തലവേദന ഉണ്ടാവാറുണ്ട്. ദേ ഹാവ് ലൈക്ക് അതർ തിങ്സ് ലൈക്ക് IBS കൈൻഡ് ഓഫ് സിംറ്റംസ്. ദേ ഡോണ്ട് റിയലൈസ് അവർക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം ലാക്ടോസ് ഇൻടോളറൻസ് കൊണ്ടാണ്. സോ ലാക്ടോസ് ഇൻടോളറൻസ് ഇസ് എ വെരി കോമൺ തിങ്. സോ ഇറ്റ്സ് ഗുഡ് ടു ഗോ ഫോർ these kind of vegan milk. And yes, some people are formally diagnosed of gluten allergy. അങ്ങനെയുള്ളവർക്ക് definitely there is no point in forcing them to eat wheat based products because അത് അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. So they have, it's just their body, body is not built for gluten. But over a period of time, slowly, gradually, by eating good nutritious food, they can reduce the impact of gluten in their body. But you can't change it completely. തോമാച്ചൻ ചോദിച്ചോളൂ അടുത്തത്. ഓ, താങ്ക് യു. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഒത്തിരി ഈ ജ്യൂസ് ഡയറ്റ് അല്ലെങ്കിൽ ജ്യൂസ് ഇങ്ങനെ 1 week 10 days 2 weeks 3 weeks ഒക്കെ ജ്യൂസ് ഡയറ്റ് ചെയ്യുന്ന ഒരു കുറെ വീഡിയോസ് ഉണ്ട്. എസ്പെഷ്യലി ഒരു ജെയ്സൺ വെയിൽ എന്നൊക്കെ പറഞ്ഞ് കാണാം. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് ഡയറ്റ്? അത് ഈ ലോങ് ടേം 3 weeks ഒക്കെ ചെയ്യുന്നത്, ഇസ് ഇറ്റ് എ ഗുഡ് പ്രാക്ടീസ്? താങ്ക് യു. So juice diet എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താ പറയുക മോഡേൺ ഗ്ലാമറസ് സൗണ്ടിങ്, എന്താ പറയുക ദേ കം വിത്ത് ഇൻസ്റ്റൻറ്റ് ഡീറ്റോക്സ്, ഗ്ലോയിങ് സ്കിൻ, ഫ്ലാറ്റ് ടമ്മി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര അഡ്വർടൈസ്മെൻറ്റ്സും ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു ഡയറ്റാണ് ജ്യൂസ് ഡയറ്റ്. ബട്ട് ഇറ്റ് ഈസ് എ ടോട്ടൽ ഹൈപ്പ്, ഇറ്റ് ഈസ് എ ടോട്ടൽ ഫാറ്റ് ഡയറ്റ്.
ദ റീസൺ ബീങ് ജ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഫോർ എക്സാമ്പിൾ എനി ഫ്രൂട്ട്സ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ അത് ജ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ ഫൈബറും അതിൻ്റെ ന്യൂട്രിയൻസും എല്ലാം പിഴിഞ്ഞിട്ട് അതിൻ്റെ വാട്ടർ മാത്രം, നമ്മൾ വാട്ടർ കണ്ടൻറ്റ് മാത്രം എടുക്കുന്നു. സോ അതിനകത്ത് ഫുൾ കോൺസെൻട്രേറ്റഡ് ഷുഗർ without any fiber, half of the nutrients gone in the fiber as well, and we are just getting direct sugar and nutrition. Yes, അത് കാരണം നമുക്ക് ഭയങ്കര ലൈറ്റ് ഫീൽ ചെയ്യും. ഒത്തിരി വാട്ടർ പോകുന്ന കാരണം ദേ പ്രോമിസ് ഇറ്റ്, എന്താ പറയുക, ഫ്ലഷസ് ടോക്സിൻസ് ആൻഡ് ഓൾ. പക്ഷേ നോ, യു ആർ നോട്ട് ഗെറ്റിംഗ് ഫൈബർ. ഫൈബർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ആവുന്നു. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. ബോഡി ഈസ് മിസ്സിങ് ഓൺ, എന്താ പറയുക, ഹെൽത്തി ഫാറ്റ്സ്, ഹോർമോണൽ ഡിപ്സ് ഉണ്ടാവും ഇത് കാരണം. സോ ഷോർട്ട് ടേം ഒരു ദിവസം കുടിച്ച കാരണം ഒരു കുഴപ്പമില്ല. മേ ബി ഒരു ചെറിയൊരു ഡീടോക്സ് ഉണ്ടാവുമായിരിക്കും, കാരണം ഒത്തിരി വാട്ടർ ആണല്ലോ നമ്മൾ കുടിക്കുന്നത്. പക്ഷേ നോ, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഐ വുഡ് റെക്കമെൻഡ് അറ്റ് ഓൾ. ഒരു എന്താ പറയുക, ജസ്റ്റ് ഫോർ ഫൺ യു ക്യാൻ ട്രൈ ഇറ്റ് ഫോർ എ ഡേ, ബട്ട് നോ, ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ് അറ്റ് ഓൾ. ഒരു ഗ്ലാസ് ജ്യൂസ്, ഈവൻ വെയിറ്റ് ലോസ് ഉള്ളവർക്ക് ഞാൻ ജ്യൂസ് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം ജ്യൂസ് ആർ ഹിഡൻ കാലറീസ്. വുഡ് റാദർ ഹാവ് ആപ്പിൾ ഡയറക്ട്ലി. ഒരു ആപ്പിളോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഫുൾ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നു. അതിൻ്റെ ജ്യൂസ് ഫോമിൽ അത് 3 ആപ്പിൾ ജ്യൂസ് ആക്കിയാൽ 1 കപ്പിൽ കിട്ടുന്നുള്ളൂ. അത് മൊത്തം ഷുഗർ, കോൺസെൻട്രേറ്റഡ് ഷുഗർ, അതിൻ്റെ ഫൈബർ എല്ലാം മാറ്റി നമ്മൾ എന്താ പറയുക, കാലറി ഡെൻസ് ആയിട്ട് നമ്മൾ കുടിക്കുന്നു. ആൻഡ് ഇറ്റ് ഇൻസ്റ്റൻ്റ്ലി ഗ്രാറ്റിഫൈ ചെയ്യും, കാരണം നമ്മൾ ബോഡിയിൽ ഇമ്മീഡിയറ്റ് അബ്സോർപ്ഷൻ ആണ്. പ്ലസ് എന്താവും, 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പിന്നെയും വിശക്കും, കാരണം ഫൈബർ ഇല്ലല്ലോ. ഇമ്മീഡിയറ്റ്ലി അത് ഡൈജസ്റ്റ് ആയി പോകുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനിയും എന്തെങ്കിലും കഴിക്കും. സോ വി ആർ ഇൻക്രീസിങ് കാലറീസ്, ഇൻക്രീസിങ് ഷുഗർ, reducing fiber. It's a big no-no. So rather go for direct fruits or vegetables. Never ഡീപൾപ്പ് ചെയ്ത ഒരു ജ്യൂസസും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു. പിന്നെ എഗ്സ്, അതേപോലെ നാച്ചുറൽ ഹണിയും അതേപോലെ ക്ലാരിഫൈഡ് ബട്ടർ അഥവാ ഗീ, അതായത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമുക്കൊരു പ്രീകൺസെപ്റ്റ് നോഷൻ ഉണ്ട് ഈ എഗ്സിനകത്തുള്ള യോക്ക് കളയണം, അത് ഹാംഫുൾ ആണെന്നുള്ളത്. അതും പിന്നെ നമ്മൾ നാച്ചുറൽ ഹണി നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യാം, അതിന് അതിയായ അമൃതും വിഷമാണെന്ന് ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് ഞാനത് റെഗുലർലി യൂസ് ചെയ്യുന്നിട്ട് ചോദിച്ചതാട്ടോ. പിന്നെ ഈ കുട്ടികൾക്ക് എന്തിൽ ആഡ് ചെയ്യുന്നു? സോറി, എന്തിൽ ആഡ് ചെയ്യുന്നു? ഗ്രീൻ ടീയിൽ നമ്മൾ ഷുഗറിന് പകരം നമ്മൾ നാച്ചുറൽ ഹണി ആഡ് ചെയ്യാറുണ്ട്. അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം, ബട്ട് അല്ലാതെ അത് കൂടുതൽ ബെനിഫിഷ്യൽ ആണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? പിന്നെ ഈ കുട്ടികൾക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ക്ലാരിഫൈഡ് ബട്ടർ ഗീ യൂസ് ചെയ്യുന്നത് ദോഷമാണോ? ഇതൊന്ന് അഡ്രസ് ചെയ്യാവോ? താങ്ക് യു. ഷുവർ. സോ സ്റ്റാർട്ടിങ് വിത്ത് എഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വൈറ്റ് പ്യുവർ പ്രോട്ടീൻ ആണ്. ഓക്കെ, യോക്കിനകത്താണ് ഈ വിറ്റമിൻസും മിനറൽസും ഫാറ്റ്സും എല്ലാം നല്ല ന്യൂട്രിയൻസും കിട്ടുന്നത്. അതിൻ്റെ എന്താ പറയുക, ഇറ്റ്സ് റിയലി all the nutrition is in the yolk, but white is protein. So ഒരു നോർമൽ ആൾക്ക് I will never say avoid yolk or have only this, unless ഒരാൾക്ക് മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ അവരോട് സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുകയാണ്, ഓക്കെ നിങ്ങൾക്ക് ജനറ്റിക്കലി ഹാർട്ട് ഇഷ്യൂ ഉണ്ട് ഓർ ഹൈ LDL ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദെൻ യു ഹാവ് ടു അവോയ്ഡ് യോക്ക്. അല്ലെങ്കിൽ in reality 90% of vitamins and antioxidants അത് യോക്കിലാണുള്ളത്. വിറ്റമിൻ A, D, E, K, വിറ്റമിൻ B12 ഇതെല്ലാം യോക്കിലാണുള്ളത്. അതിൽ കോളിൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇതും ഉണ്ട്. അത് ബ്രെയിനും മെമ്മറിക്കും ലിവറിനും ഒക്കെ നല്ലതാണ്. സോ ഐ റെക്കമെൻഡ് യോക്ക് ഫോർ എ ഗ്രോയിങ് കിഡ്. For a normal person, there is no issue at all, unless you, as I said, എന്തോ ഒരു ഭയങ്കര ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം മോഡറേറ്റ് ലെവലിൽ കൊളസ്ട്രോളെ കഴിക്കാൻ പറ്റുമെന്നുള്ളതെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു എഗ്ഗിൻ്റെ യോക്ക് കഴിച്ച കാരണം ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 2 മുട്ട കഴിക്കുകയാണെങ്കിൽ യു വോണ്ട് ടു റെഡ്യൂസ് ഇറ്റ്, യാ യു ക്യാൻ. ബട്ട് ഒരു ദിവസം 1-2 മുട്ട കഴിക്കുന്ന കാരണം ഒരു ഹെൽത്തി അഡൾട്ടിന് നല്ലതേ ചെയ്യാറുള്ളൂ, ദോഷമൊന്നും ചെയ്യാറില്ല. അതിൽ നല്ല പ്രോട്ടീനാണുള്ളത്. So this is what I have to say about egg. ഇനി എന്താ ചോദിച്ചാൽ ഹണി എന്ന് പറയുന്നത് അതൊരു ഈവിൽ ഒന്നും അല്ല. അതൊരു എന്താ പറയുക നാച്ചുറൽ ഷുഗറാണ്. അതിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും എൻസൈംസും
എന്താ പറയുക മിനറൽസ് ഒക്കെ ഉണ്ട്. പക്ഷേൽ അതിനകത്ത് ഒത്തിരി ഷുഗർ ഉണ്ട്. സോ നിങ്ങൾ വെയിറ്റ് ലോസിനോ അതോ ഡയബറ്റിക്കോ ആണെങ്കിൽ അത് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കഴിക്കുവാണെങ്കിൽ നോ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ സ്വീറ്റ്നർ. യെസ്, ഒരു ചെറിയ ടീസ്പൂണ് കഴിച്ചു എന്ന് പറഞ്ഞ് ദോഷമൊന്നുമില്ല. പക്ഷേ യെസ്, ഇറ്റ് ഇമ്മീഡിയറ്റ്ലി സ്പൈക്സ് യുവർ ബ്ലഡ് ഷുഗർ ലെവൽ ബിക്കോസ് ഇറ്റ് ഹാസ് ഹൈ ഷുഗർ. 17 grams എന്തുകൊണ്ട് ഷുഗർ അതിൽ ഒരു ടേബിൾ സ്പൂണിൽ. So yes, reduce the amount. If you are having it with herbal tea a little bit, that's okay. അധികം ചൂട് വെള്ളത്തിൽ ഇടണ്ട. ചെറിയ വാം വാട്ടറിൽ ഇടുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അതിൻ്റെ എൻസൈംസ് എല്ലാം നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻറ്റോ വെയിറ്റ് ലോസോ അതോ ഡയബറ്റിക്കോ വല്ലതും ആണെങ്കിൽ ഐ ഡോണ്ട് റെക്കമെൻഡ് ഹാവിങ് നാച്ചുറൽ ഹണി ടു മച്ച്. ലിറ്റിൽ ബിറ്റ് ഇസ് ഓൾ റൈറ്റ്. പിന്നെ as far as ghee is concerned, yes, there is science backing it that it is good. ഇനിയിപ്പം നിങ്ങളുടെ പേർപ്പസ് വെയിറ്റ് ലോസ് ആണെങ്കിൽ ഒത്തിരി ഗീ കഴിക്കണ്ട. ബട്ട് അതർവൈസ് ഗീ ഈസ് വെരി ഗുഡ്. ഇറ്റ് ഹെൽപ്സ് കാൽസ്യം റീച്ച് ദ ബോൺസ്. എന്താ പറയുക, ഓൾസോ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് വരെ ഗീ സഹായിക്കുന്നുണ്ട്. ഗട്ട് ലൈനിങ്ങിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും എല്ലാം ഗീ കുറയ്ക്കുന്നുണ്ട്. അതിന് ഹൈ സ്മോക്കിംഗ് പോയിൻ്റ് ആണ്. സോ കുക്കിങ്ങിനും വളരെ നല്ലതാണ്. സോ ഇച്ചിരി നമ്മൾ ഒരു 1-2 ടീസ്പൂൺ ഗീ നമ്മൾ ദിവസം ഗിൽറ്റ് ഫ്രീ ഇല്ലാണ്ട് കഴിക്കാം. ദർ ഇസ് നോ പ്രോബ്ലം. ഒത്തിരി കഴിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈവൻ ഹെൽത്തി ഫുഡ്, എസ്പെഷ്യലി ഹൈ ഫാറ്റ് കണ്ടൻറ്റ് ഉള്ള ഫുഡ് നമ്മൾ അധികം കഴിക്കാണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ ജീവിത ശൈലി അനുസരിച്ച് നമുക്കത് പറ്റത്തില്ല. ദേശി ഗീയൊക്കെ നല്ലതാണെന്ന് പറയുന്നത് ശരിയാ, പക്ഷെ നമുക്ക് ഇപ്പം ജിമ്മിന് പോകാനൊന്നും സമയമില്ല. 1-2 മണിക്കൂർ ജിമ്മിൽ ചിലവാക്കാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കഴിയുന്നതും ചെറിയ ഫാറ്റ് കണ്ടൻറ്റ് കഴിച്ചാൽ മതി. സോ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് എനി ലോങ് ടേം ഡിസീസസ്. ദിസ് ഈസ് മൈ സജഷൻ ആൻഡ് മൈ റിക്കമെൻഡേഷൻ. I hope I answered your question. Yeah, okay, thank you so ഒരാള് much. താങ്ക് യു മാർക്കസ്. ഒരാളോട് ഉണ്ട്, ബൈജു ബ്രോ. മിസ് ലീന, ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് ഈ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് കഴിക്കുന്നത് കൊണ്ട് ഇൻഫ്ലമേഷൻ കാരണമുള്ള പെയിൻ കുറയ്ക്കാൻ ഉപകാരപ്പെടുവോ ഇല്ലയോ എന്നൊന്ന് പറയണം. അത് ഇത് അങ്ങനെയാണ്, അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നും കൂടി ഒന്ന് പറഞ്ഞ ഉപകാരം. ഓക്കെ, ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഇതാണല്ലോ. അത് ഈ വിദ്യാബാലൻ കൊണ്ടുവന്ന ഒരു ഡയറ്റ് അല്ലേ ബേസിക്കലി. ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? ഇൻഫ്ലമേഷൻ എന്നാണ് പറഞ്ഞു പക്ഷെ കേട്ടത്. അതിൽ എന്താ അതിനകത്ത് എന്തെങ്കിലും വസ്തുത ഉള്ള? ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. സോറി, ഈ ഡയറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഈ പറഞ്ഞ നമ്മുടെ ഇൻഫ്ലമേഷൻ കാരണമുള്ള പെയിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നീർക്കെട്ട്, അല്ലെങ്കിൽ ബോഡിയിലെ ഫാറ്റ് മീൻസ് ബൾക്കി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ സ്റ്റാർട്ടിങ് ഇന്നത്തെ സെഷനിൽ തുടക്കം തൊട്ട് എൻഡ് വരെ ഞാൻ സജസ്റ്റ് ചെയ്തതെല്ലാം ആക്ച്വലി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ആണ്. ഇപ്പം ഈ ഒരു ടേമിന് ഇത്രയും ട്രെൻഡിയും വൈറലും ആക്കിയത് വിദ്യാബാലനും അതുപോലത്തെ സെലിബ്രിറ്റീസുമാണ്. പക്ഷേ ബേസിക്കലി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത് വേറൊന്നും അല്ല, അവോയ്ഡിങ് പ്രോസസ്ഡ് ഫുഡ്, അവോയ്ഡിങ് ഷുഗർ, അവോയ്ഡിങ് സ്ട്രെസ്, റെഡ്യൂസിങ് എന്താ പറയുക സ്ലീപ്ലെസ്നെസ് ഓർ അതർ എന്താ പറയുക ഇൻക്രീസിങ് സ്ലീപ്പ്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാവുന്ന ജോയിൻറ്റ് പെയിനും ബ്ലോട്ടിങ്ങും എന്താ പറയുക ആക്നെ, ബ്രെയിൻ ഫോഗ് ഇതെല്ലാം കുറയ്ക്കുന്നു. കാരണം ഇതിൽ ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് എന്ന് പറയുന്ന ഈ സൈറ്റോകൈൻസും ഇതെല്ലാം കുറയും. സോ അത് കാരണം നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആവും. ഇത് കാരണം നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ അത് കാരണം ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ് കുറയും. സോ ഇതൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ള പാക്കറ്റഡ് ഫുഡ്സിന് പകരം ഫ്രഷ് ഫുഡ്സിലോട്ട് പോവുക.
ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ റിഫൈൻഡ് വെജിറ്റബിൾ ഓയിലും പാൽമോളിന് ഇതൊന്നും ഇല്ലാണ്ട്, റിപ്പീറ്റഡ് ഫ്രൈയിങ് ഇതൊന്നും ഇല്ലാണ്ട്, എന്താ പറയുക, ഒലിവ് ഓയിൽ, അവക്കാഡോ ഓയിൽ ഇത് കൂടുതൽ ഉപയോഗിക്കുക വെൻ ഇറ്റ് കംസ് ടു ഓയിൽ. പിന്നെ സാൽമൺസ്, ഫാറ്റി ഫിഷ്, സാർഡൈൻസ് ഇത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുക. പിന്നെ പ്രോട്ടീൻസ് കൂടുതൽ കഴിക്കുക. ഈ ഇന്ന് പറഞ്ഞ ഫുൾ സെഷൻ്റെ ഇത് അത്രയും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് തന്നെയാണ്. കാർബ്സ് ഇച്ചിരി കുറയ്ക്കുക, ഹോൾ മീൽ കാർബ്സ് ഉൾക്കൊള്ളിക്കുക, വൈറ്റ് ബ്രെഡ്, വൈറ്റ് റൈസ്, റിഫൈൻഡ് ഫ്ലോറ്, ഷുഗറി സ്നാക്സ് ഇതൊക്കെ കുറയ്ക്കുക. കൂടുതലും ബ്രൗൺ റൈസ്, മില്ലറ്റ്സ് ഉപയോഗിക്കുക. പിന്നെന്താ, സ്പൈസസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. വി ക്യാൻ ഇൻക്ലൂഡ് എന്താ പറയുക, ജിഞ്ചർ, ടേമറിക്, ഗാർലിക്, സിന്നമൺ, ഇങ്ങനത്തെ ക്ലോവ്സ് ഇതൊക്കെ നമുക്ക് കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാം. ദീസ് ആർ ഓൾ നാച്ചുറൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഹെർബ്സ്. വി ക്യാൻ യൂസ് ദം ഡെയിലി. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി പ്രോബയോട്ടിക്സ് ഇൻക്ലൂഡ് ചെയ്യാം. ദാറ്റ് വിൽ ഹെൽപ്പ്, ലൈക്ക് യോഗട്ട്, ബട്ടർ മിൽക്ക്, ഫെർമെൻറ്റഡ് ഇഡ്ലി, ദോസ ബാറ്റർ, കിംചി. That will also support our gut and that will calm our inflammation, improve our gut health. പിന്നെ ഗ്രീൻ ടീ കുടിക്കുന്നതും നല്ലതാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കാമമൈൽ ടീ അല്ലെങ്കിൽ ജീര ടീ ഇതൊക്കെ കുടിക്കുന്നതും നമ്മുടെ ടോക്സിൻസിനെ എല്ലാം റിമൂവ് ചെയ്യും. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇറ്റ് ഈസ് നോട്ട് റോക്കറ്റ് സയൻസ്. യെസ്, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു in curbing any inflammatory symptoms. Does that make sense? Yeah, thank you. Binu? താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും വീണ്ടും അടുത്ത ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സെക്ഷനൂടെ വെക്കാം. അതുപോലെ ലീന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഡെയിലി ടിപ്സ് അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു വാട്സാപ്പ് അനൗൺസ്മെന്റ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ എല്ലാ ദിവസവും ലീനയുടെ ടിപ്സുകളൊക്കെ വരാറുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒന്ന് ലീന പറയാം, എന്താ ഇൻസ്റ്റഗ്രാമിന്റെ പേരെന്തായിരുന്നു? Get Fit with Lena. Simple. Get Fit with Okay. Lena. എന്തായാലും താങ്ക് യു സോ മച്ച്. ലീന ആദ്യമേ പറഞ്ഞാണ്, പുള്ളിക്കാരി വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് പോകുന്നതുകൊണ്ട് ഇംഗ്ലീഷ് മലയാളം അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. എനിവേ താങ്ക് യു. എന്നാലും മാക്സിമം മലയാളത്തിൽ പറയാൻ ശ്രമിച്ചു. അതിനുള്ള വളരെ നന്ദി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനുള്ള സന്തോഷവും സ്നേഹവും. ആൽത്തറയിൽ അല്പനേരം സൊറ പറഞ്ഞിരിക്കാമെന്ന ഈ ക്ലബിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കൂടി വന്നിരുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനാമികയ്ക്ക് കുറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പറഞ്ഞു. നമുക്ക് അടുത്ത സെക്ഷനിൽ അത് ഉൾപ്പെടുത്താം. അനാമിക എന്തെങ്കിലും പറയാനുണ്ടോ? Thank you, ma'am. Oh, thank you. It's my pleasure. Thank you so much. Okay, thank you so much. Okay, Thank thank you. you. Good Bye. night. Thank you.